ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഒരു ഹദീസ് പറയുന്നത് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലയത്തിയന്ന അലാ ഉമ്മത്തി മാ അത അലാ ബനി ഇസ്രായീല ഹദവൻ നഅൽ ബിൻ നഅൽ. എന്റെ സമുദായത്തിന് ഒരു കാലം വരും ഇസ്രായേലിയർക്ക് വന്ന പോലെ എന്റെ സമുദായത്തിൽ വരാനുണ്ട്. ഇസ്രായേലിയരോട് എന്റെ സമുദായം അനുധാവനം ചെയ്യും. സ്വഭാവങ്ങളിലും രീതികളിലും ചിട്ടകളിലും ജീവിത ചര്യകളിലുമൊക്കെ ഇസ്രായേലി സമൂഹമായി ബന്ധമുണ്ട്. രണ്ട് കാലിൽ ചെരുപ്പ് ധരിച്ചു പോകുന്ന ആൾ ഒരു വഴിക്ക് നീങ്ങുകയാണെങ്കിൽ വലത്തെ കാല് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇടത്തെ കാല് പോവാ. ഇടത്തെ കാല് പോയോടത്തേക്ക് തന്നെ വലത്തെ കാല് പോവാ. രണ്ട് കാലുകളിലെ ചെരുപ്പ് ഒന്നിനോട് മറ്റൊന്ന് തുടർന്ന് പോകുന്ന പോലെ ഇസ്രായേലി സംസ്കാരത്തോട് എന്റെ ജനതയ്ക്ക് താല്പര്യം വരുന്ന ഒരു കാലം വരാനുണ്ട്. എത്രത്തോളം? ഇസ്രായേലിയരിൽ ആരെങ്കിലും തന്റെ മാതാവിനെ പരസ്യമായി സമീപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരുവൻ എന്റെ സമൂഹത്തിലും വരാതെ പോവില്ല. അങ്ങനെയാണ് പാശ്ചാത്യ സംസ്കാരത്തിൽ, അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മ മതി, മകൻ മതി, മകള് മതി, ഒരു വിഷയമല്ല ആർക്കും. അങ്ങനത്തെ ഒരു കാലം നമ്മൾ ജീവിക്കുന്ന ഈ കാലമാണ്. അതുകൊണ്ട് ജീവിച്ചു പോവൽ വലിയ പ്രയാസമാണ്. നമ്മൾ ചാണോട് ചാൺ പിൻപറ്റുന്നവരാണ്. മുഴത്തോട് മുഴം അവരുടെ ചര്യകളൊക്കെ കൊണ്ടുവരും. നമ്മൾ ചില വീടുകളുടെ രൂപം പോലും യൂറോപ്യൻ സ്റ്റൈലാണ്. കുറ്റം പറയല്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പാശ്ചാത്യരെന്ത് ചെയ്യുന്നു, അവരെന്ത് പറയുന്നു, അതാണ് എല്ലാവർക്കും താല്പര്യം. അങ്ങനെയാണ്. ഒരു പാട്ട് പോലും മൂളണമെങ്കിൽ അതിലൊരു പാശ്ചാത്യ ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു വേഷവിധാനങ്ങൾ, രൂപങ്ങൾ എല്ലാം 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 ഹബീബ് പഠിപ്പിച്ചു. ലതത്തബിഉന്ന സുനന മൻ ഖബ്ലകും സിബ്റൻ ബിസിബ്രിൻ വദിറാഅൻ ബിദിറാ. മുൻപ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾ ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനെ. ഇസ്രായേലിയരെ, പാശ്ചാത്യരെ എന്റെ സമൂഹം പിൻപറ്റും. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി. എത്രത്തോളം? ഒരു ഉടുമ്പിന്റെ പൊത്തിൽ, ഒരു ഉടുമ്പിരിക്കുന്ന പൊത്തിൽ ഒരു പാശ്ചാത്യൻ കൈയിട്ട് കഴിഞ്ഞാൽ എന്റെ സമൂഹവും അതുപോലെ കൈയിടും. ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അൽ യഹൂദ വൻ നസ്വാറ, അങ്ങ് ഉദ്ദേശിച്ചത് ഈ പറയപ്പെട്ട ആളുകൾ ജൂതന്മാരും ക്രിസ്ത്യാനികളാണോ നബിയെ, പാശ്ചാത്യരാണോ? ഖാല ഫമൻ, അല്ലാതെ പിന്നാരാ? സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അവർ സ്വന്തം ഭാര്യയെ വഴിയിൽ വെച്ച് സ്വന്തം ഭാര്യയെ അവർ പരസ്യമായി ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കും. ആ ഒരു അവസ്ഥ എന്റെ സമൂഹം പിൻപറ്റും. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ കാണാം, വഹത്താ ലൗ അന്ന അഹദഹും ജാമഅ ഇംറഅതഹു ബിത്വരീഖി ലഫഅൽതുഹു. വഴിയിൽ പരസ്യമായി ഭാര്യയുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളും ചെയ്യും എന്ന്. സംഗതി ഭാര്യയുമായി ശാരീരിക ബന്ധം ഹലാലാണ്, പക്ഷെ അത് പരസ്യമാവുമ്പോൾ ഹറാമാവും. ആ രീതിയിലേക്ക് നിങ്ങളുടെ തുടർച്ച വരുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാമ്പത്യ ജീവിതത്തിന്റെ സ്വകാര്യതയ്ക്കൊക്കെ വലിയ പവിത്രത ഉണ്ടായിരുന്നു പണ്ടൊക്കെ വാപ്പായും ഉമ്മായും കൂടി ഒരുമിച്ച് അടുത്തടുത്തിരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അത് വേണ്ടെന്നല്ല, അതൊക്കെ വേണം. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളില് ഒരു മറ നീങ്ങിയോ എന്നൊരു സംശയമുണ്ട്. പഴയ കാലത്തൊക്കെ ഒരു ഭാര്യയും ഭർത്താവും യാത്ര പോവാണെങ്കിൽ ഭർത്താവ് അകലേക്ക് നടന്ന് ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും വളവ് വരുമ്പോൾ ഈ സാധനം എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ പതുക്കെ കുണിങ്ങി ഒരു കുടയൊക്കെ ചൂടി പുറകെ വരുന്നുണ്ട്.
പിന്നെയും കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി നോക്കും, വല്ല മരപ്പട്ടിയോ മറ്റേ പാക്കാനോ ആരെങ്കിലും പിടിച്ചോണ്ടോ എന്ന് അറിയില്ലല്ലോ. പിന്നെ നോക്കും ഇതെവിടെ എത്തിയത്. അപ്പൊ ഇങ്ങനെ വരുന്നുണ്ടാവും. പിന്നെ ഇടയ്ക്ക് കൈ കൊണ്ട് ഇങ്ങനെ വിളിക്കും, വേം വാ ബസ് വരാറായി. ബസ്സിൽ കയറിയാൽ തന്നെയും രണ്ടുപേരും രണ്ട് വാതിൽക്കലിൽ കൂടി കയറും. കണ്ടക്ടർ ഇടങ്ങാറാവും, പുറകിൽ ആളുണ്ട് ടിക്കറ്റ് എടുക്കാൻ. ഈ പുറകിലെ ആൾ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കൽ വലിയ പാടാണ്. അടുത്തടുത്ത് രണ്ടുപേർക്ക് ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയാൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും, ഇരിക്കൽ പ്രയാസം. പിന്നെ ഒരു സീറ്റിൽ യാത്ര ചെയ്യലായി. നേരത്തെ ഭാര്യയെ കൊണ്ടുവന്ന ആ ഒരു കൊടയ്ക്കകത്ത് ഭർത്താവും വെയിൽ കൊള്ളാതെ വരുന്ന അവസ്ഥയായി. അങ്ങനെയൊക്കെ ആയി. പിന്നെ ബസ് സ്റ്റോപ്പിൽ അടുത്തടുത്ത് നിൽക്കലായി. കുറച്ചു കഴിഞ്ഞ് ബൈക്ക് വന്നു. ബൈക്ക് സംവിധാനങ്ങൾ വന്നപ്പോൾ പുറകെ കയറലായി, വട്ടം ഇരിക്കലായി, ചെരിഞ്ഞിരിക്കലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വട്ടം ഇരിക്കലായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആക്റ്റീവ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഭാര്യ ഓടിക്കലായി, ഭർത്താവ് പുറകിലിരിക്കലായി. അപ്പൊ അതൊക്കെ വിട്ടു. ഇപ്പോ വേറെ ഏതൊക്കെയോ കോലത്തിലാ പോണത്. കാരണം മനുഷ്യന്മാരുടെ ഇടയില് ലജ്ജ എന്ന് പറയുന്ന ഒന്ന്, നമുക്ക് അനുവാദമുള്ള കാര്യത്തിൽ പോലും ഒരു ലജ്ജയുണ്ടല്ലോ. നമുക്ക് അനുവാദമുള്ള കാര്യത്തിൽ പോലും ലജ്ജയുണ്ട്. അത് പോലും മനുഷ്യൻ മറന്നു പോകുന്ന കാലമാണ്. എന്റെ മുന്നിലുള്ളവർ, എന്നേക്കാൾ പ്രായമുള്ളവരൊക്കെ ഉണ്ട്, പറയാൻ നാണമാണ്. ചില യാത്രകളൊക്കെ പോകുന്ന കണ്ടാൽ തലയിൽ തട്ടയിട്ട പെണ്ണുങ്ങളൊക്കെ ആണെങ്കിലും ബൈക്കിലൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഭർത്താവായിട്ടായിരിക്കും പോകുന്നത്. എന്നാലും മറ്റുള്ളവരൊക്കെ കാണുന്നു എന്നൊരു തോന്നലൊന്നുമില്ല. പരസ്യമായി പബ്ലിക്കായി പോകുന്ന കോലൊക്കെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒരു പെണ്ണും ആണും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പവിത്രതയും നിഷ്കളങ്കതയും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും നാണമില്ല. മദ്രസയിലെ ഉസ്താദ് എങ്ങാനും ആ കുളി നിർബന്ധമാകുന്ന ബാബില് ഏതെങ്കിലും ഫിഖഹിന്റെ കിതാബിൽ എന്തെങ്കിലും ഒരു വാക്ക് 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് ശരിയല്ല, കുട്ടികളോട് വൃത്തികേട് പറഞ്ഞു. ഈ പിള്ളേരും ഉമ്മായും വാപ്പായും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് സിനിമയൊക്കെ കാണുന്നത്. അവിടെ കെട്ടിപ്പിടിക്കലോ കെട്ടിമറിയലോ ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ ചിരിയുണ്ടാവും. കയ്യെത്തന ദൂരത്താണ് വാപ്പാങ്കി പതക്കം ഒന്നാണ്ട് തോണ്ടിക്കളയും. ഇതൊന്നും തോണ്ടാനും പിടിക്കാനും ഇല്ലാത്ത പിള്ളേർ ഇതിങ്ങനെ കണ്ട് രസിക്കണ്ടാവും. അവിടെ എങ്ങും നാണല്ല. പ്രണയരംഗങ്ങൾ അഭിനയിക്കുന്ന സിനിമ കാണുന്നോടത്ത് ഈ പറഞ്ഞ മസാല പറഞ്ഞപ്പോ പറഞ്ഞ നാണം ഇല്ല. മനുഷ്യന്മാരുടെ ജീവിതം മാറും. വലിയ പാടാ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. എങ്ങനെ ജീവിക്കാൻ? ഒരു മൂമിനായി ജീവിക്കൽ പാടാ. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് ഉണ്ട്. അനസ് തങ്ങൾ പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, അന്ന് ദീനനുസരിച്ച് ജീവിക്കുന്നവൻ. ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു ആലോചിക്കായിരുന്നു, കണ്ണടച്ച് പിടിക്കുമ്പോഴാണ് ഹറാമ് കുറച്ച് കുറവുള്ളത്. കണ്ണ് തുറന്നു പിടിച്ച എവിടെ ഹറാമ. ഒരു സോപ്പ് പോലും വാങ്ങാൻ പറ്റൂല. കാരണം സോപ്പ് കൂടിന്റെ പരസ്യത്തില്, അഥവാ ഇനി അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന ഒരു സോപ്പ് പരസ്യത്തില് പെണ്ണില്ലാത്ത സോപ്പിന്റെ ലൈബോയേ ഉള്ളൂ, അതായിട്ട് കിട്ടാനുമില്ല എന്ന് പറഞ്ഞാൽ ഒരു മേഖല അങ്ങനെ കീഴടക്കപ്പെട്ട് കഴിഞ്ഞു. പരസ്യ പലകയിൽ പെണ്ണ് ചിരിക്കാത്ത ചിത്രമില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വിൽക്കലില്ല. അങ്ങനെയാണല്ലോ. ആ രീതിയിൽ അത് പർദ്ദയും മഫ്തയും ഒക്കെ ഇട്ടിട്ടുള്ള പെണ്ണൊന്നും അല്ലല്ലോ ഈ വന്ന് നിൽക്കാം. അങ്ങനെ നമ്മുടെ പരിസരം വളരെ മോശമാണ്. ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, തന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഒരാൾ ക്ഷമിച്ച് കഴിയുന്നുവെങ്കിൽ അവൻ ആരെ പോലെയാണെന്നറിയുമോ? കൽഖാബിദി അലൽ ജംരി, ഒരു തീക്കനലിനെ പിടിച്ചു നിൽക്കുന്നവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു തീക്കനൽ പിടിച്ച് എത്ര ക്ഷമിച്ചു നിൽക്കണം, അതുപോലെ അവന്റെ ദീൻ. അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട്. ഈ കാലം മകലയല്ല, നമ്മളിലാണ്. പാശ്ചാത്യ സംസ്കാരങ്ങൾ അങ്ങ് കടന്നു വന്നു. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു. അവസാനം പറഞ്ഞ് നമ്മുടെ സ്ത്രീവർഗത്തിന്റെ മഹത്വം അവർ പിച്ചിച്ചീന്തി. ഇസ്രായേലി സമൂഹം ആ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് വന്നവരാണ്. ഒരു പെണ്ണിന്റെ നാണം കളയുന്നതിൽ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പെണ്ണിനെ കൊണ്ട് ഒരുപാട് മഹത്വം ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്.
എന്താ പെണ്ണ് ചീത്തയായാൽ എത്ര പ്രശ്നം? എല്ലാവരും ചീത്തയാണെന്നല്ല, പെണ്ണിനൊരുപാട് മഹത്വമുണ്ടെന്ന് പറഞ്ഞ മതമാണ് നമ്മുടെ മതം. ഞാൻ ഇങ്ങ് പോരുമ്പോഴും എന്റെ കൂടെ വന്ന സഹോദരനോട് പറഞ്ഞത്, ഇവരെത്ര പാവങ്ങളാ, സ്ത്രീകൾ എത്ര പാവങ്ങളാണ്, നല്ലവരാണ്, അവരോളം ഈമാൻ നമുക്ക് ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങളില്ലെങ്കിൽ ഈ ലോകമില്ല. നിങ്ങളാരാ? ഈ ലോകത്ത് അവധിയില്ലാതെ ശമ്പളം വാങ്ങാതെ പണിയെടുക്കുന്ന ഇത്ര ആത്മാർത്ഥതയുള്ള വർഗം വേറെ എവിടെയുണ്ട്? ഒരു പെണ്ണ് പ്രസവത്തിന്റെ കൂലി ഭർത്താവിനോട് ചോദിച്ചാൽ എത്ര ലക്ഷം ചോദിക്കണം? അവൻ വന്ന് ചോദിച്ച സ്ത്രീധനം പോലെയാണോ അത്? സ്ത്രീധനം എന്നത് ഒരു ത്യാഗമല്ല, ത്യാഗത്തിന്റെ കൂലിയല്ല. എന്നാൽ ഒരു പെണ്ണ് ഗർഭം ചുമന്നതിന് മാസപ്പടി വേണമെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് കൊടുക്കുന്ന കൂലി 2-ാം മാസത്തിൽ ഇരട്ടിയാക്കേണ്ടി വരും. കാരണം പ്രയാസം ഇരട്ടിയാണ്. ഇപ്പൊ ഉണ്ടായ പ്രയാസത്തെക്കാളും അടുത്ത മാസത്തെ പ്രയാസം നേരെ ഇരട്ടിയാണ്. 4.5 മാസം ഗർഭമുള്ള പെണ്ണ് 9 മാസത്തിൽ 2-4.5 മാസത്തിന്റെ ത്യാഗമാണ്. ഇതിന് കൂലി വേണമെന്ന് പറഞ്ഞാൽ എത്രയാ ചോദിക്കാം? കൂലി വാങ്ങാത്ത ലോകത്തെ ഏറ്റവും വലിയ ത്യാഗികൾ നിങ്ങളാണ്. ഒരു കുഞ്ഞിനെ വളർത്താൻ, എന്നിട്ട് അവസാനം എല്ലാരും കേൾക്കണം, ഉമ്മ വളർത്തിയ കുട്ടി നന്നായില്ല എന്ന് ഉമ്മാനെ കുറ്റപ്പെടുത്തി പറയും. അതും കേൾക്കണം. ഇങ്ങനെയൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാരാ? ഒരു പെരുന്നാള് വന്നാൽ പോലും ഏറ്റവും അവസാനം ഒരു പുതിയ ഉടുപ്പ് വീട്ടിൽ ധരിക്കുന്നതാരാ? ഉമ്മയല്ലേ, ഭാര്യയല്ലേ? ചിന്തിച്ചു നോക്ക്. ഒരു ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന്റെ അകത്ത് വിഭ്രാന്തിയുണ്ട്. ഉപ്പ് കൂടിയോ, എരിവ് കുറഞ്ഞോ? ഈ ഒരു മാനസികാവസ്ഥയിൽ ചിരിച്ചു കാണിച്ചിട്ട് തന്നെ ആ ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും അവൾ വരണം. അവസാനം കഴിക്കുന്നതും അവള് തന്നെ. ആ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ കൈവിരൽ മുറിഞ്ഞതും കൈ പൊള്ളിയതും അവളുടേതാണ്. കൂലിയില്ല, ശമ്പളമില്ല, എക്സ്ട്രാ ഒരു അഡീഷണൽ ആയിട്ടൊരു ശമ്പളം അല്ലെങ്കിൽ വേറെ കൂലി, ഒരു പ്രോത്സാഹന സമ്മാനം പോലും ഇല്ലല്ലോ. ഏറിയ ചില നല്ല ഭർത്താക്കന്മാരാണ് ഞാൻ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഒരു ചുരിദാർ വാങ്ങിക്കൊടുക്കും, അത്രേ ഉള്ളൂ. ഒരു നല്ല വാക്ക് കിട്ടലുണ്ടോ? കുറ്റപ്പെടുത്തലുകളല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന കൂലി? ഒരു അവധി ദിവസമില്ലാതെ അടുക്കളയിൽ നിങ്ങളുടെ യൂണിഫോമിൽ ഒരു ദിവസവും മാറ്റമില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് അവസാനം അത്താഴം കഴിച്ച് ഉറങ്ങാൻ നേരം ലാസ്റ്റ് ബാത്റൂം കഴുകി രാവിലത്തേക്കുള്ള കടല വെള്ളത്തിലിട്ടിട്ട്, അല്ലേ, അതും കൂടി രാവിലത്തേക്കും കൂടി കടല വെള്ളത്തിലിട്ടിട്ട് കേറി വരുമ്പോഴായിരിക്കും നിങ്ങള് ഗുളിക കഴിച്ചാ? ഇല്ല. അതെ, മറന്നുപോയി. മൂപ്പര് വാഷിംഗ്ടണിൽ നിന്ന് സൈക്കിള് കൂട്ടി വന്ന ആളാ, ഭയങ്കര തിരക്ക് പിടിച്ചെത്തിയ ആളാ, അതുകൊണ്ട് മൂപ്പര് മറന്നുപോയി. ഒരു പണിയില്ലാതെ TV കണ്ടുകൊണ്ടിരിക്കായിരുന്നു. ഈ തിരക്കിന്റെ ഇടയിൽ അത് ചോദിക്കും, മോനെ നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചാ? ഒന്ന് ആ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കും. എല്ലാം കഴിയും. അവസാനം കിടന്ന് കഴിയുമ്പോ, പഠിച്ചോനെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തില്ല, അടുക്കളയുടെ വാതിൽ പൂട്ടിയിട്ടില്ല. പിന്നെ ചെല്ലും. പോയി വന്നു, റൂമിൽ വന്നു, വീണ്ടും അവൾ കിടക്കാൻ വേണ്ടി ഒന്നുകൂടി തയ്യാറാവും. അപ്പൊ മൂപ്പര് ചോദിക്കും, അല്ല നീ ഉറങ്ങണല്ലേ? അപ്പൊ ഒന്നും കൂടി കട്ടിന്റെ അടിയിൽ നോക്കും, ആരെങ്കിലും കയറി ഇരിപ്പുണ്ടോ? കാരണം പകലൊക്കെ വാതിൽ തുറന്നു കിടക്കായിരുന്നേ. അങ്ങനെ ഉണ്ടല്ലോ. എല്ലാം അവളുടെ ഉത്തരവാദിത്വം തന്നെ. ഇങ്ങനെ ഒരു സാധനം അള്ളാഹു പടച്ച സൃഷ്ടികളില് ഭാര്യ പദവിയിലുള്ള ഉമ്മയുടെ സ്ഥാനത്തുള്ള ഒരു പെണ്ണല്ലാതെ ഈ ഡ്യൂട്ടി ഒരു ദിവസം ഒരാണ് ചെയ്യൂ. ഇങ്ങനെ ത്യാഗം സഹിച്ച് കിടന്ന് ആദ്യം എണീക്കണം, രാവിലെ എഴുന്നേൽക്കണം. അതിന്റെ ഇടയില് ഒരു പാല് കുടിക്കുന്ന കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ തീർന്നു. 2-3 പ്രാവശ്യം കൊച്ചെണീക്കും. അപ്പൊ അതിന്റെ കൂടെ അതിനൊക്കെ എന്തൊരു കരച്ചിലായിരിക്കും. അപ്പോഴും അവള് സന്തോഷത്തിൽ ആ ഉറക്കത്തിന്റെ ചട പോലും മാറാത്ത ഉമ്മ പാട്ടുപാടണം 2 മണിക്ക്. അതിനല്ലേ ഉമ്മ എന്ന് പറയാ, അതിനല്ലേ പെണ്ണെന്ന് പറയാം. ആ പാട്ട് അപ്പുറത്ത് കിടക്കണ ആളോടൊന്ന് പാടാൻ പറഞ്ഞ എന്തായിരിക്കും പാടാ, അല്ലേ? ഈ കുട്ടി ഒരു 3-4ാമത്തെ പ്രാവശ്യവും കൂടി എണീറ്റ് കഴിഞ്ഞാൽ ആ ബെഡേന്ന് ഒരു തലയണയും ഒരു പുതപ്പും അപ്പുറത്തെങ്ങോട്ടിലും പോകും. കൂടെ ഇയാളും ഇവിടെ കിടത്തൂല എന്ന് പറഞ്ഞിട്ടല്ലേ.
ഉമ്മ എത്ര സഹിക്കണം, എത്ര ക്ഷമിക്കണം. ഈ പവിത്രത പെണ്ണിനുള്ളത് കൊണ്ടാണ് ജാഹിമ യുദ്ധം ചെയ്യാൻ വേണ്ടി നബിയുടെ കൂടെ കൂടി. ചോദിച്ചു, ജാഹിമ നീ എവിടേക്ക് പോരുന്നു? അങ്ങയുടെ കൂടെ യുദ്ധത്തിന്. മോനെ, നിന്റെ ഉമ്മയോട് നീ സമ്മതം ചോദിച്ചോ? ഇല്ല നബിയെ. വലിയ ഒരു സ്വഹാബിയാണ്, വലിയ ഒരു മനുഷ്യനാണ്, കുട്ടിയല്ല. ജാഹിമയെ പ്രവാചകൻ പറഞ്ഞയച്ചു. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, യുദ്ധത്തിന് വരുന്നവരോടൊക്കെ അങ്ങ് എന്തിനാണ് ഉമ്മാടെ സമ്മതം വാങ്ങാൻ പറഞ്ഞയക്കുന്നത്? ഈ പുകയും കരിയും കണ്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. അവളുടെ ത്യാഗം കണ്ടവളാണ്. ഏതെങ്കിലും നല്ല എന്താ പറയാ, നല്ലൊരു കുടുംബിനിയുടെ കൈ കണ്ട അറിയാൻ പറ്റും. അവള് മൈലാഞ്ചി കെട്ടേണ്ടി ചില സ്ഥലത്ത് കറുപ്പ് കൂടുതലായിരിക്കും. കാരണം എന്താ? ഉള്ളി നന്നാക്കിയപ്പോ വരവരാന്നിരുന്ന ഭാഗത്തൊക്കെ മൈലാഞ്ചി കൂടുതൽ പിടിച്ചിട്ടുണ്ടാവും. ഈ റോഡ് ടാർ ചെയ്യുമ്പോ കട്ടറുള്ള ഭാഗത്ത് കുറച്ച് കൂടുതൽ ടാർ ഒഴിക്കണമല്ലോ, ആ ഭാഗം ഇങ്ങനെ കറുത്തിരിക്കും. നഖമൊന്നും വലിയ ഭംഗിയുണ്ടാവില്ല. ഞാൻ പറയുന്നത് പഴയ കാലത്ത് ഉമ്മമാരുടെ, എന്റെ ഉമ്മയുടെ കയ്യും കാലൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഞാനീ പറയുന്നത്. അങ്ങനെ ആയിരിക്കും മിക്കവാറും. ഇപ്പൊ ട്യൂബ് മൈലാഞ്ചി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ മക്കള് മൈലാഞ്ചി ഇടുന്ന കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമൊക്കെ വീട്ടിൽ വരാണെങ്കിൽ മൈലാഞ്ചി അരക്കണ പണി ഉമ്മക്കാണ്. കാരണം ആ കയ്യിൽ പിന്നെ മൈലാഞ്ചി അമ്മിക്കല്ലിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇനി അതിനകത്തേക്ക് മൈലാഞ്ചി ഇടാനില്ല. എല്ലാ ഭാഗത്തും ഏറെക്കുറെയൊക്കെ ആയിട്ടുണ്ടാവും, ഒരു യാതി കൈയായിട്ടുണ്ടാവും. ജാഹിമയോട് പുണ്യ നബി പറഞ്ഞു, ഇന്നൽ ജന്നത തഹത ഖദമി ഉമ്മിക ഔ കമാ ഖാല റസൂലുള്ളാഹി. എല്ലാവരോടും സമ്മതം ചോദിച്ചു വരാൻ ഉമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചതിന്റെ കാരണം സ്വർഗം ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലായത് കൊണ്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മതിലുണ്ട്. ആ മതിലിനെ കുറിച്ച് പറയാൻ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ അഅറാഫ്. സൂറത്തുൽ അഅറാഫിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, സ്വർഗത്തിലേക്ക് പോവാൻ ഒരു അണുമണി തൂക്കം നന്മ കുറഞ്ഞു പോയതാ. എന്നാൽ എല്ലാ നന്മയും അവൻ ചെയ്തിട്ടുണ്ട്. നരകത്തിലേക്ക് ഇടാനുള്ളതായ തെറ്റൊന്നും അവന്റെ ജീവിതത്തിൽ വന്നിട്ടുമില്ല. അങ്ങനെയുള്ളവന് കുറച്ച് സമയത്തേക്ക് അള്ളാഹു നിർത്തുന്ന ഒരു സ്ഥലമാണ് സ്വർഗ നരകത്തിന്റെ ഇടയിലുള്ള മതില്, അഅറാഫ് എന്ന് പറയും അതിന്. അതിന്റെ മുകളിലുള്ളത് ഏകദേശം 13 വിഭാഗം ആളുകളുണ്ടെന്ന മുഫസ്സിരീങ്ങൾ പറയാ. അതിൽ പ്രധാനപ്പെട്ട വിഭാഗം ആരാണെന്നറിയുമോ? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല, ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്വർഗം ഉറപ്പായിരുന്നു. പക്ഷേ അനിവാര്യമായ ഘട്ടത്തിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന വഴിയിൽ ജീവിച്ചിരുന്ന ഉമ്മാടെ സമ്മതം വാങ്ങാതെ പെട്ടെന്ന് വന്ന് യുദ്ധം ചെയ്തതാണ്. ഉമ്മാടടുത്ത് വിളിച്ചു ചോദിക്കാൻ അന്ന് ഫോണൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ യുദ്ധത്തിൽ ഷഹീദായി. ഷഹീദിന്റെ പദവി ഒക്കെ ഉണ്ട്. സ്വർഗത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഉമ്മാടെ സമ്മതമില്ലാത്ത മരണമായതുകൊണ്ട് അനുവാദമില്ല. ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ആ സ്ഥാനം അത് തന്നെയാണ്. അതുകൊണ്ട് ഉമ്മാടെ ദുആക്ക് ഉത്തരം കൂടുതലാണ്. ഉമ്മാടെ ദുആക്ക് ഉത്തരം കൂടുതലാണ്. ഈ ലോകത്ത് ഈ ഉമ്മ ചീത്തയാവാൻ പാടില്ല. ഈ ഉമ്മ ചീത്തയായാൽ ലോകമില്ല. ഈ ഉമ്മ ചീത്തയായാൽ ഈ ലോകമില്ല. ഈ ഭാര്യ ചീത്തയായാൽ ഈ ലോകമില്ല. അതുകൊണ്ട് തന്നെയാണ് നെപ്പോളിയൻ പറഞ്ഞത്, ഉമ്മ തൊട്ടിലാട്ടുമ്പോൾ, അമ്മ നീ തൊട്ടിലാട്ടുമ്പോൾ, വലത് കൈ കൊണ്ട് തൊട്ടിലാട്ടുമ്പോൾ നീ ഇടത് കൈ കൊണ്ട് ലോകത്തിന്റെ സമാധാനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാ ഈ ഉമ്മ ചീത്തയായാൽ കെൻസുൽ ഉമ്മാൽ എന്ന കിതാബിൽ കാണാം, മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഫുജൂറുൽ മർഅത്തിൽ ഫാജിറ കഫുജൂരി അൽഫി ഫാജിർ. ഒരു പുരുഷൻ തെമ്മാടിയാകും പോലെയല്ല, ഒരു പെണ്ണ് തെമ്മാടിച്ചയായാൽ 1000 പുരുഷൻ തെമ്മാടിയാകുന്നതിനേക്കാളും മോശമാണത്രേ. ഒരു പെണ്ണ് ചീത്തയായാൽ 1000 പുരുഷന്മാര് ചീത്തയായി കഴിഞ്ഞാൽ ഒരു പരിധിയില്ലല്ലോ. പരസ്യമായി അവൻ എന്തും ചെയ്യാം. പെണ്ണാകുമ്പോൾ അതിനൊരു പരിധിയുണ്ട്.
പക്ഷേ 1000 ചീത്തയായ പുരുഷന്റെക്കാളും അപ്പുറമാണ് ഒരു പെണ്ണ് ചീത്തയായ. നമ്മുടെ ഈ രീതികളൊക്കെ, ജീവിത രീതികളൊക്കെ നമ്മെ നന്നാക്കാൻ അല്ലാഹു കാരണമാക്കട്ടെ. ഉമ്മാടെ ദുആക്ക് മഹത്വമുണ്ട്. ഉമ്മാക്ക് ഒരുപാട് മഹത്വമുണ്ട്. ഏത് മഹാനും ലോകത്ത് വന്നത് ഉമ്മയുടെ പ്രാർത്ഥനയോട് കൂടെയാണ്. ഉമ്മയില്ലെങ്കിൽ ആ മകൻ വലുതാവില്ല. ഉമ്മയില്ലെങ്കിൽ ആ മകൻ വലുതാവില്ല. എന്റെ അനുഭവത്തിൽ തന്നെ എത്രയാണുള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർക്കൊക്കെ നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. പെണ്ണെന്ന് പറഞ്ഞതിന്റെ മഹത്വം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അവിടെയാണ്. നല്ല ഭാര്യ, നല്ല ഉമ്മ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് വലിയ സ്ഥാനം തന്നെയാണ്. അള്ളാഹുവിന്റെ വലിയന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കും, തർക്കമല്ലല്ലോ. ഇമാം റാസി സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, 10 വിഭാഗത്തിന്റെ ദുആക്ക് പെട്ടെന്ന് ഉത്തരാ. അതിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ വലിയാണ്. ഒന്നാമത്തെ വിഭാഗം, സമയമില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് അതാണ് എങ്കിൽ ഇമാം റാസി പറയുന്നുണ്ട്, അവസാനം 10ാമത്തെ വിഭാഗം ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല ഭാര്യ. അവളുടെ ദുആ, വലിയന്റെ ദുആ സ്വീകരിക്കുന്ന പോലെ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഭർത്താവ്, നല്ല ഭർത്താവ് എന്ന നിലക്ക് അവന്റെ ദുആ സ്വീകരിക്കുന്ന ഒരു രംഗം പോലും നമ്മുടെ മതഗ്രന്ഥങ്ങളിലില്ല. ഭർത്താവ് എന്ന പദവി പരിഗണിച്ചുകൊണ്ട് പ്രത്യേക ഒരു ആദരവില്ല. ഭാര്യ പദവി ആദം നബിക്ക് സ്വർഗലോകത്തിൽ പോലും കൂട്ടുവേണ്ടി വന്നു. പിന്നെയാണോ മനുഷ്യ ഭൂമിയില്? എങ്ങനെയാ? നമ്മൾ പയർ നടാറുണ്ട്, അതുപോലെ തന്നെ പടവലം നടാറുണ്ട്, കോവയ്ക്ക നടാറുണ്ട്. സംഗതി വലിയ സ്റ്റാറാണ് കോവയ്ക്ക, പയറൊക്കെ വലിയ നിലവാരമുണ്ട്. പക്ഷെ ആ നടുന്ന കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, മരുന്നോ പ്രത്യേകമായ പ്രൊട്ടക്ഷനോ സംരക്ഷണമോ കൊടുക്കാത്ത ഈ കോവയ്ക്കയാക്കി നിലനിർത്തിയ ഒരു ഊന്നുവടി അവിടെയുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരു പുരുഷൻ വളർന്ന് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ അറിയുമ്പോഴും അവനെ മണ്ണിൽ നിന്നും ഉയർത്തി ആ ഉയരങ്ങളിലേക്ക് പടരാൻ പ്രാപ്തി നൽകിയ ഊന്നുവടി എന്ന ഭാര്യ, അല്ലെങ്കിൽ ഊന്നുവടി എന്ന ഉമ്മ അവിടെ ഉണ്ട്. അതാരും കാണൂല. എല്ലാരും വന്ന് വെള്ളമൊഴിച്ചതും വളമിട്ടതും കീടനാശിനി കൊടുത്തതും കീടങ്ങൾ വന്നപ്പോൾ മരുന്നടിച്ചതും ഒക്കെ ആ പടർന്നു നിൽക്കുന്ന ചെടിയിലായിരിക്കും. അതിന്റെ ചുവട്ടിൽ കൊത്തിയ ആ മരക്കുറ്റി ഇപ്പോഴും ചെതല് തിന്നുകൊണ്ടിരിക്കുക. ആരും അത് കാണുന്നില്ല. ഇതാണ് നമ്മുടെ ഉമ്മമാരുടെ മഹത്വം. അവരില്ലെങ്കിൽ ലോകമില്ല. അവരുടെ കരച്ചിലിനൊരർത്ഥമുണ്ടായിരുന്നു, ഒരു മഹത്വമുണ്ട്. കരയുന്ന കുഞ്ഞ് ഏത് കൈ തണ്ടുകൊണ്ടാണോ സ്വാന്തനം നേടിയപ്പോൾ അവൻ ചിരിച്ചവനായത്, അല്ലേ? ഒരു കുട്ടി അങ്ങ് കരഞ്ഞാൽ ആരെടുത്ത് സമാധാനിപ്പിച്ചാലും ആര് പുന്നാരിച്ചാലും അവൻ ശാന്തനാവൂല. ആ മിനുസമുള്ള കയ്യ് അവന്റെ തൊലിയോട് ചേരുമ്പോൾ അവൻ ചിരിച്ചു പോകുന്ന കയ്യ് ഏതോ, ആ കയ്യിന് പറയുന്ന പേരാണ് ഉമ്മ. ആ കയ്യ് ആരുടേതാണോ അതാണ് ഭാര്യ. പ്രസവിക്കാനും തലോടലേകാനും താലോലിക്കാനും താരാട്ട് പാടാനും വേണ്ടി ഇത്ര കണ്ട് കലാബോധമുള്ള, അങ്ങനെ ഉണ്ടല്ലോ, അവരുടെ പാട്ടിന് അവര് തന്നെ ഒരു ആസ്വാദനം നൽകുന്നുണ്ട്. അവര് പാടുന്ന പാട്ടിന് അവര് തന്നെ താളോടുണ്ട്, അല്ലെ? കൊച്ചിനങ്ങനെ പുറത്തിട്ടിട്ട് ഉമ്മ പാട്ട് പാടുമ്പോ ഉമ്മ തന്നെ കൊച്ചിനങ്ങനെ, വാപ്പയാണ് ഇനി ഒരു പാട്ട് പാടണമെങ്കിൽ പാടി തുടങ്ങുമ്പോഴേക്കും കൊച്ചു ആദ്യം മുഖത്തേക്കൊന്ന് നോക്കി ഇത് ആരാ പാടുന്നത്. പിന്നെ വാപ്പാടെ പാറക്കൈ വെച്ച് കൊച്ചിന്റെ പുറത്തിട്ട് അടിക്കുമ്പോൾ കൊച്ചു ചുമ തുടങ്ങും. അപ്പൊ ഉമ്മ പറയും എന്റെ മോനങ്ങ് തന്നേക്കെന്ന് പറയും. ഉമ്മ പാടുമ്പോഴോ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ നടന്ന് ആ പണ്ടത്തെ കാര്യമൊക്കെ ഒന്ന് ഓർത്തു നോക്കി. കൊച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന നടത്തമൊക്കെ ഉണ്ടല്ലോ. ആ താരാട്ട് പാടിയപ്പോൾ താളമിട്ടതിന്റെ
താളമിട്ടതിന്റെ കലാബോധത്തിന് പറയുന്ന പേരാണ് ഉമ്മ. ഈ ഉമ്മ ഒരിക്കൽ കരഞ്ഞിട്ടുണ്ട്, അതുപോലെ അതിന് മുന്നേ ഉമ്മ കരഞ്ഞിട്ടില്ല, ശേഷവും കരഞ്ഞിട്ടില്ല. ഉമ്മാടെ വയറ്റിൽ കിടന്ന ഞാൻ 9 മാസവും ഉമ്മാടെ മുഖത്തേക്ക് നോക്കിയാ കിടന്നത്. കുഞ്ഞങ്ങനെയാണല്ലോ, ഒരു കുഞ്ഞ് കിടക്കുന്നത് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ കിടക്കാം. ഗർഭാശയത്തിൽ നിന്ന് ആ കിടപ്പിന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. എന്റെ ഉമ്മ അപ്പോൾ സഹിച്ച് പിടിച്ചു, എന്നെ ക്ഷമിച്ചു കരുതി. പക്ഷെ എന്റെ ഉമ്മ കരഞ്ഞത് ഞാനൊന്ന് തിരിഞ്ഞു വന്നപ്പോഴാണ്. അപ്പോഴാണ് പ്രസവവേദന ഉണ്ടാവാം. പ്രസവവേദന അസഹ്യമാകുന്നത് കുഞ്ഞ് തിരിഞ്ഞു വരുന്നതിന്റെ ലക്ഷണങ്ങളിലാണ്. ഞാൻ വേദനിപ്പിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത് ഞാൻ സന്തോഷിപ്പിച്ചിട്ടല്ല. എന്റെ ഉമ്മാക്ക് ആദ്യം ഞാൻ കൊടുത്തത് വേദനയാണ്. ആ വേദന എന്റെ ഉമ്മ മറന്നത് എന്റെ കരച്ചിൽ കേട്ടപ്പോഴാണ്. അതുകൊണ്ടാണ് സ്വഹാബിക്ക് ഉമ്മ പൊറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. ഭാര്യക്ക് സ്ഥാനം കൂടുതൽ നൽകി, മോൻ ഉമ്മാക്ക് പഴയ സ്ഥാനമൊന്നും കൊടുത്തില്ല. ആമ്പിള്ളേരെ കണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോണതിന് മുമ്പ് വിളിച്ചു പറയണം, മോനെ എടാ അതെ ഉമ്മ പറഞ്ഞു തരില്ല, അമ്മായിയാണ് ഞാൻ, അത് മൂത്താപ്പായാണ് ഞാൻ, ഇതുവരെ നീ ഉമ്മാനെ ചാട്ട കയറ്റിയായിരുന്നു, ഇനി അത് നടക്കൂല കേട്ടോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉമ്മാടെ അടുത്ത് നല്ല വാക്ക് പറയണം. എപ്പോഴും പെട്ടെന്ന് ഉമ്മാടെ മനസ്സ് വേദനിക്കും. പെണ്ണ് വന്ന ശേഷം അതാ പെങ്കോച്ചും പറഞ്ഞു കൊടുക്കണം, മനുഷ്യ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ തലയിലാവും, ഞാൻ കാരണമാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ ഈ മറ്റാ ഒരുപാട് പ്രായമാവാത്ത കോഴി തിന്ന് വളർന്നു വരുന്ന പുതിയ മക്കളില്ലേ, ആ കനമില്ലാത്ത കോഴിനെ തിന്നണ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം. രാസവളം ചേർത്ത പച്ചക്കറി കഴിച്ച് ഇപ്പൊ വളർന്നു വരുന്ന പുതിയ ആൺപിള്ളേരോട് ഇത് പറഞ്ഞു കൊടുക്കണം. മോനെ ഉമ്മാടെ ഇതുവരെയുള്ള വാക്കല്ല ഇനി വരുന്നത്. നിന്നോട് ഒരു പ്രതിപക്ഷ വീക്ഷണത്തോടു കൂടെ ആയിരിക്കും ഉമ്മ സമീപിക്കാം. അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ആ പല്ലൊക്കെ ഒന്ന് കടിച്ചു പിടിക്കാനുള്ള കപ്പാസിറ്റി നീ കണ്ടെത്തണം. ഉമ്മാനോട് ദേഷ്യപ്പെടുന്നതൊക്കെ ശ്രദ്ധിക്കണം, ദേഷ്യപ്പെടാൻ പാടില്ല, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ കൊണ്ടുവരണം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഉമ്മ കരഞ്ഞിട്ട് അവരുടെ സങ്കടം അവതരിപ്പിച്ചത് ഞാൻ കേൾക്കാൻ ഇടയായി. 10-14 വയസ്സുള്ള അവരുടെ മകൻ അവരെ പറഞ്ഞ ചീത്തയും തെറിയും മകൻ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകുന്ന വിധത്തിൽ മറ്റൊരാൾ കേട്ടിട്ട് അതെന്നോട് പറയാണ്, ആ മോനെ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ കിട്ടിയ ഒന്ന് ഉപദേശിക്കണം. ആദ്യം 2 കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ ഉപദേശിക്കാം. സംഗതി നമ്മുടെ ജില്ലയിലല്ലാത്തത് കൊണ്ട് നിങ്ങളോടത് പറയേണ്ടതുമില്ല. അങ്ങനെയാണ് ഓരോ ഉമ്മമാരുടെയും മനസ്സങ്ങോട്ട് വേദനിച്ചുണ്ടല്ലോ. സ്വഹാബിയുടെ ഉമ്മ വല്ലാത്ത സങ്കടത്തിലായി. ഭാര്യയോട് കൂടുതൽ സ്നേഹം, എന്നോട് സ്നേഹം കുറവാണ്. ചില തള്ളാർക്ക് അത് പ്രത്യേക സൂക്കേട് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ തോന്നല് കരുതിക്കുട്ടി അങ്ങോട്ട് തോന്നണവരുണ്ട്. കാര്യം അവര് മജ്‌ലിസുന്നൂറിനും വയലിനൊക്കെ അങ്ങനെ നല്ല മഫ്തൊക്കെ കുത്തി വന്ന് ഇരിപ്പുണ്ടാവും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മോശമായിരിക്കും. മരുമോളെ 2 കൊടുത്താലാണ് സമാധാനമാവുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ കാര്യമല്ല ഈ പറഞ്ഞത്. സാധാരണ നല്ല ഉമ്മമാരുണ്ട്, മരുമോളും മോളാണ്, സ്വന്തം മോളും മോളാണ്. മരുമകളിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് മരുമകളുടെ വീടാണോ എന്ന് ഞാൻ ഒരിക്കലൊരാളോട് ചോദിച്ചിട്ട് അയാൾക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഒരു വാക്ക് ഞങ്ങൾ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല ഉസ്താദ് എന്ന് പറഞ്ഞത്. കാരണം അത്രയ്ക്കും അവർക്കത് മകളായിരുന്നു. ഇപ്പോഴും കാണാതെ 7-ാം മാസം പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് മരുമകളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയായിരിക്കും അല്ലെ, മരുമകളുടെ വീട്ടിൽ നിന്ന് ആളുകൾ 7-ാം മാസം പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോ ഈ മരുമകള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മായിമേനെ കെട്ടിപ്പിടിച്ചിട്ടൊരു കരച്ചിലുണ്ട്. അത് ഭയങ്കര കരച്ചിലാണ്. കാര്യം അവര് ഗിരിമ്പാമ്പായിരിക്കും, എന്നാലും അവരെ 2 പേരെ ആ സമയത്ത് നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഒരു കരച്ചില് ലോകത്തിന്റെ ഒരു അത്ഭുത. നല്ല കുടുംബങ്ങളിൽ അത് ഉണ്ടാവാറുണ്ട്. നല്ല കുടുംബങ്ങളിൽ ഇത് 7-ാം മാസം വിളിച്ചുകൊണ്ടുപോകാൻ നേരത്തെ അമ്മായിമ്മയൊക്കെ ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവാം. കാരണം വന്ന് 2-ാം മാസത്തിൽ തന്നെ തല്ലുണ്ടാക്കി വാടക പോയിട്ടുണ്ടാവും. പിന്നെ 7-ാം മാസം വിളിച്ചുകൊണ്ടുപോകാൻ അമ്മായിമ്മ ഉണ്ടാവും. അപ്പൊ അതല്ല ഈ പറഞ്ഞത്. നല്ല നല്ല കുടുംബങ്ങള് ഇപ്പോഴും ഒരു വീട്ടിൽ തന്നെ 2, 3, 4 ഫാമിലികളൊക്കെ കഴിയുന്നുണ്ട്. അതിന്റെ ഇടയില് പ്രശ്നങ്ങൾ ഉണ്ടാവും. മൂത്ത മോന്റെ കുട്ടി ഇളയ മോന്റെ കുട്ടീനെ ഒന്ന് തോണ്ടിയിട്ടുണ്ടാവും, അവിടെ പ്രശ്നങ്ങളാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഇടയില് ആ വലിയ സംഘർഷത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും പോലെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന 2 മരുമക്കളുടെ ഉള്ളിലെ തീയ് ഉമ്മ അടുക്കളയിൽ നിന്നിട്ട്
തല്ലുകൊണ്ട മോന്റെ ഉമ്മയോട് ആ മരുമോളോട് ഒന്ന് കണ്ണടച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഉമ്മ കണ്ണടച്ചോ, ആ വിഷയം അവിടെ ദേ അസ്സലാമു അലൈക്കും ഒരു പ്രശ്നമല്ല. അത് കൺട്രോൾ ചെയ്യാനുള്ള പവർ അപകല്ല ഉമ്മക്ക് തന്നെയാ. അടുക്കളയിൽ ഉപയോഗിക്കുന്ന തേയിലപാത്രത്തിന്റെ ഗ്രാഫ് കൃത്യമായി കഴിഞ്ഞ ബുധനാഴ്ച കടയിൽ നിന്ന് കൊണ്ടുവന്നു. ഈ ബുധനാഴ്ച ആ പാത്രത്തിൽ ഇത്ര അളവേ ആവൂ, അതിന് മുന്നേ അത് തീരൂല, തീർന്നാൽ അതിന് വന്ന വിരുന്നുകാരുടെ എണ്ണം, അളവ്, അരി എത്ര പാട്ട ഇടണം, ഇതൊക്കെ അറിയണത് ഉമ്മയാണ്. ഒന്ന് പറയും, എല്ലാം അറിയുന്ന ആളാണ് ഉമ്മ. സ്വഹാബിയുടെ ഉമ്മാക്ക് വിഷമം തോന്നി. കല്യാണം കഴിഞ്ഞിട്ട് എന്റെ മോൻ എന്നോട് മിണ്ടല് കുറഞ്ഞു, ഞാൻ എന്റെ മകന് പുറത്തു കൊടുക്കൂല, തീരുമാനം ശപഥം ഉറച്ചു. എല്ലാവർക്കും അറിയാമത്. സ്വഹാബി വലിയ മഹാനാണ്. പെട്ടെന്ന് സ്വഹാബി മരിക്കുന്ന അവസ്ഥയെത്തി. സ്വഹാബിക്ക് രോഗം വന്നു, മരണത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങി. റസൂലുള്ളാഹി ചെന്നുകൊണ്ട് കലിമ ചൊല്ലിക്കൊടുത്തു. മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണിത്. മഹാനായ അൽഖമ കലിമ പറയുന്നില്ല. ഹബീബായ പ്രവാചകൻ ഇങ്ങനെ ചിന്തിച്ചു. അവിടുന്ന് ചൊല്ലിക്കൊടുത്തിട്ട് കലിമ പറയാത്ത അൽഖമയെ കുറിച്ച് അന്വേഷിച്ചു. അൽഖമയുടെ ആരൊക്കെയാ ജീവിച്ചിരിക്കാം? സ്വഹാബികൾ പറഞ്ഞു, നബിയെ ആരും അങ്ങനെ പ്രത്യേകിച്ചില്ല, അദ്ദേഹത്തിന്റെ ഉമ്മയുണ്ട്. ഉമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും മകനും പിണക്കത്തിലാണോ എന്ന് ചോദിക്കാൻ വേണ്ടി പ്രവാചകൻ അന്വേഷിച്ചു. ഉമ്മയുടെ അടുത്ത ആളെത്തി. ഉമ്മ പറഞ്ഞു, എന്റെ മോനോട് എനിക്ക് ഒരു കാര്യത്തിൽ പൊരുത്തക്കുറവുണ്ട്. അവൻ നല്ലവനാ, അവൻ സ്വഹാബിയാ, അവൻ വിവരമുള്ളവനാ, മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളൊക്കെ തന്നെയാ. ഞാൻ ഒരു കാര്യത്തിൽ എന്റെ മോനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പൊരുത്തപ്പെടൂല. എന്താ ഉമ്മ? അവൻ ഇന്ന കാര്യത്തിന് അവന്റെ ഭാര്യക്ക് സ്ഥാനം കൂടുതൽ കൊടുത്തു, എന്നെ അവൻ മറന്നു, എന്നെ ചെറുതാക്കി. മനഃപൂർവമാവൂല, അശ്രദ്ധയായിരിക്കും, എന്നാലും ഒന്ന് പൊരുത്തപ്പെടിക്കണം. മനഃപ്പുഴും ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ചില ചെടികൾക്ക് എപ്പോഴും ഇങ്ങനെ നനവെത്തിക്കൊണ്ടിരിക്കണം എന്ന പോലെ മക്കളുടെ സ്നേഹവും ഇടപഴക്കവും ഉമ്മയോട് ഇത്തിരി കൂടുതൽ വേണം. എൻ്റെ അടുത്ത് ഈ ഡിഗ്രിയൊക്കെ പാസ്സായി വരുന്ന പുതിയ വിദ്യാർത്ഥികൾ, ഉസ്താദുമാരാവട്ടെ, പുതിയ ജോലിയൊക്കെ കിട്ടുന്ന പിള്ളേരാണ്. ആദ്യം തന്നെ ഞാൻ അവനോട് പറയും, മോനെ, ശമ്പളം കിട്ടുന്ന ഒരു ജോലി നിനക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു സ്വഭാവം പൊതുവെ ആൺപിള്ളേർക്കുണ്ട്, ഉമ്മാനെ കൂടുതൽ സ്നേഹിക്കവര്. ഈ ശമ്പളമൊക്കെ ആദ്യം കൊണ്ടുവന്ന് ഉമ്മാടെ കൈ കൊടുക്കും. നീ കല്യാണം കഴിക്കാത്തവനായതുകൊണ്ട് അങ്ങനെ ഒരു ശീലം ഇല്ലെങ്കിൽ കിട്ടിയത് പറഞ്ഞോ, കൈ കൊടുത്ത് പഠിപ്പിക്കരുത്. കാരണം എന്താ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസത്തെ കൊടുക്കരുത്, രണ്ടാമത്തെ മാസത്തെ ഉമ്മയുടെ കൊണ്ടേ കൊടുത്താൽ ചില വീടുകളിലൊക്കെ നടക്കലുണ്ടാവും. വരുന്ന പെൺകുട്ടി അത് അഡ്ജസ്റ്റ് ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ അവിടെ പിന്നെ അബൂജഹലും ഇക്രിമയൊക്കെ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. തല്ലും വഴക്കും വക്കാണൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ, അങ്ങനെ ഉമ്മാനോട് പറഞ്ഞു. ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ, അതെ ഈ മാസം എനിക്ക് എത്ര ശമ്പളം കിട്ടും, ഉമ്മക്ക് വേണോ, എത്ര വേണ്ട, എന്തെങ്കിലും അതിന് കൊടുക്കുക, സന്തോഷമാണ്. പക്ഷെ ഈ ഉമ്മാനെ ഇത് പഠിപ്പിച്ചു വെച്ചാൽ ഈ വരുന്ന പെൺകുട്ടി അത് ഉൾക്കൊള്ളാത്ത ആളുവാണെങ്കിൽ അവള് അതിനെതിർത്താൽ ആദ്യം തന്നെ നീയും അവളും തമ്മിൽ പ്രശ്നമാവും. നിന്നോട് അവൾ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എത്ര നല്ല ഉമ്മയാണെങ്കിലും ഒരു ചാൻസിന് ഒരു മുട്ട് കൊടുക്കാനോ ഉമ്മക്കും തോന്നും. അങ്ങനെ കുടുംബം ആകെ ഖറാബാവും. ഇത് ഞങ്ങൾക്ക് ട്രെയിനിങ് കഴിയുമ്പോൾ ആദ്യം തന്നെ ഉസ്താദുമാർ പഠിപ്പിച്ചിരുന്ന കാര്യമാണിത്. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടായി മടയെ കൊടുക്കണ്ടെന്നല്ല, കൊടുക്കണം. പക്ഷെ അത് ഉൾക്കൊള്ളുന്ന ഭാര്യ അല്ലെങ്കിൽ, ഉൾക്കൊള്ളുന്ന ഭാര്യ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനൊക്കെ കൊടുക്കാറുണ്ട്, ഒന്നും കുഴപ്പമില്ല. മടയെ കൊടുക്കുക, അല്ലെങ്കിൽ ഉമ്മാനം കൊണ്ട് കുടിപ്പിക്കുക, ഉമ്മാനം കൊണ്ട് വാങ്ങിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാറുണ്ട്. അതിന്റെ ഒരു വിഷയമല്ല. പെണ്ണുങ്ങൾക്ക് അത് ഉമ്മയുടെ കാര്യങ്ങൾ, അത് ഉമ്മയുടെ വഴിക്ക് തന്നെ പോട്ടെ. അങ്ങനെ എഴുതി തള്ളുന്ന മരുമക്കളാണെങ്കിൽ പ്രശ്നമല്ല, അല്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് ആ കാര്യത്തിലൊക്കെ ഒരു ബോധം വേണം. ചില ഉമ്മമാര് ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാവാനുണ്ട്, എന്നാലും അവരുടെ ഭാഗത്ത് വിട്ടുവീഴ്ചകളൊക്കെ ഏറെക്കുറെ ഉണ്ട്. ഏതായാലും സ്വഹാബി കലിമ ചൊല്ലാതെ വന്നപ്പോ ഹബീബായ പ്രവാചകൻ ഒരു തന്ത്രം കാണിച്ചു. അൽഖമയുടെ ഉമ്മയുടെ അടുക്കലേക്ക് രണ്ടാമതും ആളെ പറഞ്ഞയച്ചു. വിറക് ശേഖരിക്കാൻ സ്വഹാബത്തിന് നബി തങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഉമ്മ, എന്തിനാ വിറക് ശേഖരിക്കുന്നത്?
ഈ വിവരം നിങ്ങളോട് പറയാനായി എന്നെ രണ്ടാമത് നബി പറഞ്ഞയച്ചത് വിറക് കൂട്ടിയിട്ടിട്ട് നിങ്ങളുടെ മരിക്കാൻ കിടക്കുന്ന കലിമ ചൊല്ലാത്ത സ്വഹാബിയായ മകനാ വിറകിൽ വെച്ചിട്ട് പച്ചക്ക് തീ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞു വിട്ട. എന്റെ മോനെ പച്ചക്ക് കത്തിക്കോ? എന്താ കാര്യം എന്നറിയോ? കലിമ ചൊല്ലാതെ മരിച്ചു പോകുന്ന ഉമ്മാടെ പൊരുത്തമില്ലാത്തവൻ അവിടെ ചെന്നാലും നരകമാണ്. അത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് റസൂലുള്ള തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കത്തിച്ചു കൊല്ലാൻ തീരുമാനിച്ചു. നങ്ങ് കേട്ടതോടുകൂടെ എന്റെ പൊന്നുമോന് ഞാനെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ഇലാ ഹളറത്ത് റസൂലുള്ളാഹി അൽക്കമേനെ കാണാൻ വന്നു. നബിയോട് പറഞ്ഞു, നബിയെ എനിക്ക് ഒരു വിരോധം എന്റെ മോനോട് ഇല്ലാട്ടോ. അതൊക്കെ അങ്ങോട്ട് പോയി നബിയെ. ഇതങ്ങ് പറഞ്ഞ് തീരലോടുകൂടെ സ്വഹാബികൾ സന്തോഷത്തിലായി, ഹബീബ് സന്തോഷത്തിലായി. കേട്ടു എല്ലാവരും ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയാൻ സഹാബിയായിരുന്നിട്ടും ചൊല്ലിക്കൊടുത്തത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടും ഉമ്മാടെ പൊരുത്തം ഇല്ല എന്ന അവസ്ഥ ഇത് പറയാൻ കഴിയാതെ പോയതിന്റെ കാരണം ആണ്. അള്ളാഹു നന്നാക്കട്ടെ. അതുകൊണ്ട് ഇവർക്കൊക്കെ മഹത്വമുണ്ട്, ഇവർക്ക് മഹത്വമുണ്ട്. ഇവരുടെ മാതിരി അലിവും സ്നേഹവും കൂടുതൽ അള്ളാഹു ആർക്കാ കൊടുത്തിട്ടുള്ളത്? കരുണ എന്ന വാക്കാണ് റഹ്മത്ത്. റഹ്മാൻ അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. അള്ളാഹ്ക്ക് മാത്രമേ റഹ്മാൻ ആവാൻ പറ്റൂ. അള്ളാഹുവിന് മാത്രമേ റഹ്മാൻ ആവാൻ പറ്റൂ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചവനും അനുസരിക്കാത്തവനും അള്ളാഹു ഒരുപോലെ ഗുണം ചെയ്യും. അതാർക്കാ പറ്റാ? അങ്ങനെ ഒരു വല്ലാത്ത സിസ്റ്റം തന്നെയാണ് അള്ളാഹുവിൻ്റെത്. അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹിനെ ശല്യപ്പെടുത്തില്ലെങ്കിൽ അവനോട് അള്ളാഹ്ക്ക് ദേഷ്യ. അള്ളാഹിനോട് ചോദിച്ച് അള്ളാഹിനെ ശല്യപ്പെടുത്തണം എന്നാണ്. അങ്ങനെയുള്ളവനാ റഹ്മാൻ എന്ന് പറയാ. അത് അള്ളാഹ്ക്ക് മാത്രമേ ആവാൻ പറ്റൂ. ഈ റഹ്മാനായ അള്ളാഹു റഹീം എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. റഹീം എന്ന ഒരു സാധനം പടച്ചു. അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉമ്മാടെ ശരീരത്തിലാണ്. വാപ്പാക്ക് കൊടുത്തിട്ടില്ല. വാപ്പാടെ ശരീരം കൊണ്ട് അത് പറ്റൂല. വാപ്പാക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. റഹീം എന്ന സാധനം അള്ളാഹു പടച്ചു. ആരാ? അല്ലാഹ് റഹ്മാൻ. അവൻ അവന്റെ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അള്ളാഹ് ഫിറ്റ് ചെയ്തത് ഉമ്മാടെ ശരീരത്തിലാണ്. അതിന് ഗർഭാശയമെന്ന് മലയാളത്തിൽ പറയും. റഹീം അത് ഉമ്മായുടെ ശരീരത്തിലാണ്. ആ സാധനം അള്ളാഹു കൊടുക്കുക വഴി അവളെ അള്ളാഹു ആദരിക്കുകയാണ്. എത്ര ക്രൂരതയാണ് ആ റഹീമിന്റെ അകത്ത് കിടന്നിട്ട് ഈ മകൻ ചെയ്യുന്നതെന്നറിയോ? പുറത്തു വന്നിട്ടില്ലാട്ടാ, അകത്ത് തന്നെ ചവിട്ടലും കുത്തലും ഒക്കെ ചെയ്യും. ഉമ്മ തിന്നണതിന്റെ മുക്കാലും അവൻ അവിടെ കിടന്ന് തിന്നും. ഉമ്മക്ക് കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, ഉറങ്ങാനും പറ്റില്ല. ഇടക്കിടക്ക് ഒരു നടുവേദന, വയറുവേദന. ഇവനകത്ത് കയറിയപ്പോ ഇവരുള്ള വാപ്പായാണെങ്കിലോ 3 മാസം കഴിയുമ്പോൾ ഈ സാധനത്തിന്റെ അടുത്ത് പുറത്തേക്കുള്ളൂ. എന്റെ പൊന്നു ഡോക്ടർ, എന്നോണ്ട് പറ്റില്ല, ഞാൻ അവിടെ നിന്ന് മേടിച്ചു വളർത്തിക്കോളാം. ഈ സാധനത്തിന് എനിക്ക് പറ്റില്ല. ഈ ഗർഭാശയം എങ്ങാനും വാപ്പാക്കാണ് കൊടുക്കണമെങ്കിൽ സംഗതി എന്താവും? നടക്കൂല. അത് ഉമ്മാക്ക് തന്നെ പറ്റുള്ളൂ. അതിനാണ് ഉമ്മ എന്ന പ്രയോഗം തന്നെ അള്ളാഹ് കൊടുത്ത അക്ഷരമാണ് ഉമ്മ. വല്ല ഊർജവും വേണോ പറയാൻ? ഊർജമില്ലാതെ ഉച്ചരിക്കുന്ന 2 അക്ഷരമേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് പണിയില്ല. അതിന് പ്രത്യേകിച്ച് പണിയില്ലാത്ത 2 അക്ഷരമാണ്. അധ്വാനമില്ലാത്ത, ഊർജം കുറച്ച് മതി ആ 2 അക്ഷരം ഉപയോഗിക്കാൻ. അച്ചാറ് തിന്നുമ്പോഴും നമ്മൾ ഇടയ്ക്കിടക്ക് പറയൂ അല്ലേ, നല്ല എരിവുണ്ടെങ്കിൽ അല്ലേ. ആകെ അവശതയാവാണ് എരിഞ്ഞിട്ട്. അന്നേരം ഒരു പ്രത്യേക ഊർജം അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റൂല. നല്ല വേദന എടുക്കുന്ന ഒരാളോട് പറയാണ്, മോനെ എടാ ആ തൂമ്പെടുത്ത് തെങ്ങിന്റെ ചോടൊന്ന് വാങ്ങിട്ടടാ. പറ്റൂലല്ലോ, ഈ വേദന എടുക്കാൻ എനിക്ക് പറ്റൂല. ആ പറ്റാത്തവനാണ് എന്ത് ചെയ്തത്? ആ വേദന എടുത്തപ്പോ ആദ്യം തന്നെ പറഞ്ഞത് പിന്നെയോ ശബ്ദം ഉച്ചരിക്കുന്നതിന് ഊർജം പ്രത്യേകം. ചെലവില്ലാത്ത അനിഷേധ്യമായ 2ാമത്തെ അക്ഷരമാണ് മാ. 2 ചുണ്ടും കൂട്ടിമുട്ടിയിരിക്കും.
ആ എന്നുച്ചരിച്ചാലും ഉ എന്നുച്ചരിച്ചാലും അലിഫിന് ഹറക്കത്താണ്. ലമ്മും ഫതഹും ഒരേ ഗണത്തിൽ പെടുന്നു. അപ്പൊ അമ്മ എന്ന് പറഞ്ഞാലും ഉമ്മ എന്ന് പറഞ്ഞാലും ഉച്ചാരണത്തിൽ ഊർജം വേണ്ട. ഉമ്മാനോടുള്ള സ്നേഹം ഇല്ലെങ്കിൽ പോലും പോകുന്ന വഴിയിൽ ചെരുപ്പിന്റെ വള്ളി പൊട്ടി ഒരു കല്ലിൽ കാല് തട്ടിയാലും ആദ്യം പറയും എന്റെ ഉമ്മോ അല്ലേ. ക്ലാസ്സും വയലൊക്കെ കഴിഞ്ഞു പോകുമ്പോ അല്ല പാടത്തിന്റെ വരമ്പത്തൂടെ പോവാണെങ്കിൽ ഒരു തവള വട്ടം പഠിച്ചോനെ എന്റെ ഉമ്മോ അല്ലെ, ഉമ്മ ആദ്യം വായില് വരും. ഉമ്മാനോട് വഴക്കിട്ടിട്ട് വരുന്ന വഴിയാണെങ്കിൽ പോലും ഉമ്മ വായില് വരും. കാരണം മനുഷ്യ, നീ അത് ഉച്ചരിച്ച് പഠിച്ചു പോയി. നിനക്ക് ഈ ലോകത്ത് വരുമ്പോ ആരെയാ പരിചയമുള്ളത്? ആരെയും പരിചയമല്ല. എല്ലാം നിന്നെ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം. 2 കൊല്ലമാവുമ്പോഴേക്കുമാണ് വാപ്പാനെ പായെന്ന് വിളിക്കാൻ ഒരു കൊച്ച് അഭ്യസിക്കുന്നത്. വാപ്പാനെ വാപ്പാന്ന് ഉച്ചാരണ സഹിതം വിളിക്കാൻ ഒരു കൊച്ചിനെ എന്തോരം പണിയെടുപ്പിക്കണം. ഉമ്മാന്ന് വിളിക്കാൻ വല്ല പാടുണ്ടോ? പാന്ന് പറയണേ പല്ല് വന്നതിന് ശേഷം പറ്റുള്ളൂ. അടി വലിയ പാടാ. പല്ലില്ലാത്തവര് പാന്ന് പറയണ കേട്ടിട്ടുണ്ടോ? നല്ല രസമുണ്ടോ? ഒരു കൊച്ച് എത്ര കഴിഞ്ഞിട്ടാ വാപ്പയെ വാപ്പ എന്ന് വിളിക്കാനും ഒരു വസ്തുവിനെ പരിചയപ്പെടാനും. വാപ്പ കൈ കാട്ടിയാൽ ഒരു കുട്ടി വരാൻ എത്ര കാലം കഴിയണം? എന്നാ ഉമ്മാടെ ശരീരത്തിലേക്ക് കുട്ടി പോകുന്നത് പിറന്നു വീണ ഉടനെയാണ്. അവനാകെ പരിചയമുള്ളത് ഉമ്മായുടെ മാറിടം പോലെ പരിചയമുള്ള ലോകത്ത് മറ്റൊരു സാധനമില്ല. അവനൊരു പ്രയാസം വരുമ്പോ, ഒരു കരച്ചിൽ വരുമ്പോ ആ ഭാഗത്തേക്ക് അവനവിടെ ചേർത്ത് വെച്ച അവൻ അവിടെ ഹാപ്പിയാണ്. അവൻ അവിടെ ഹാപ്പിയാണ്. അങ്ങനെ വന്ന ഒരു ലോകമാണ് ഉമ്മ. അങ്ങനെ വന്ന ഒരു ലോകമാണ് യഥാർത്ഥ ഭാര്യ. ഇവര് ലോകത്ത് ചീത്തയാവാൻ പാടില്ല. ഇവർക്ക് വലിയ മഹത്വമുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ട്. മഹാനായ ഇമാം ബുഖാരിയെ ലോകത്തിന് കൊടുത്തത് ഒരു ഉമ്മയുടെ കണ്ണുനീരാണ്. ഇമാം നവവിയോ ലോകത്തിന് കൊടുത്തത് ഒരു ഉമ്മയുടെ കണ്ണുനീരാണ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലോകത്തിന് കൊടുത്തത് ഒരു ഉമ്മയുടെ കണ്ണുനീരാണ്. ഉമ്മയുടെ കണ്ണുനീരായിരുന്നു. അവസാനം പാല് കൊടുക്കാൻ ആ ഉമ്മ തന്നെ വേണ്ടി വന്നു സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിന്. ഉമ്മയുടെ കണ്ണുനീര് വലുതാണ്, ഉമ്മ വലുതാണ്. ഈ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന പുതിയ പാശ്ചാത്യൻ രീതികൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. ഈ രീതികൾ അവലംബിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അവിടെയാണ് ഉമ്മ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്. ഇന്ന് വിവാഹ ജീവിതത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന വാലന്റൈൻ ഡേകളൊക്കെ വന്നു തുടങ്ങി. മാതാവിനെ സ്നേഹിക്കാൻ വേണ്ടി മാതൃദിനം, പിതാവിനെ സ്നേഹിക്കാൻ വേണ്ടി പിതൃദിനം, അതുപോലെ തന്നെ വൃദ്ധരെയും കുട്ടികളെയും പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശിശുദിനം. ഈ രീതിയിലേക്ക് ചില ദിനങ്ങൾ കൊണ്ട് സ്നേഹബന്ധങ്ങളെ പരിമിതപ്പെടുത്തിയ കാലം. അങ്ങനെ ഒന്ന് ലോകത്ത് മനുഷ്യന്മാർക്ക് വേണം ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തികച്ചും ധനസമാഹരണത്തിന്റെ ലോബികളും അതുപോലെ തന്നെ നഗരങ്ങളിലെ അത്യുത്സാഹപൂർവ്വം ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ചില ആളുകളുമാണ്. അവരുടെ കമ്പോള വ്യവസ്ഥയില് മാധ്യമ ലോബികളുടെ സമർത്ഥമായ ഇടപെടൽ കൊണ്ട് ഇതിനെ പരസ്യപ്പെടുത്തി അന്ന് കുറെ കച്ചവടം ഉണ്ടാക്കണം. അതിന് വാലന്റൈൻ ഡേ രാവിലെ തന്നെ ഇന്ന് ഭാര്യ ഭർത്താവിന് വാലന്റൈൻ ഡേയുടെ ആശംസ അയക്കാത്ത പുതിയ വിവാഹ ജീവിതക്കാർ കുറവായിരിക്കും. അങ്ങനെയാണ്. ഈ ദിവസത്തിന് ഒരു പ്രത്യേകത കൊടുത്തു. പ്രേമിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദിവസം, അങ്ങനെയാണ് ഇതിനർത്ഥം. വാലന്റൈൻ ഡേ എന്ന് പറഞ്ഞാൽ ഫാദർ വാലന്റൈന്റെ പ്രണയ സാഹസികമായ ജീവിതത്തെ ഓർക്കുന്ന ഒരു ദിവസം എന്നാണ് ഇതിനർത്ഥം. അങ്ങനെ ഒരു പള്ളിയിൽ അച്ഛൻ ജീവിച്ചിരുന്നു. അയാൾ ജയിലറുടെ മോളെ പ്രേമിച്ചു. അയാളെ തൂക്കിക്കൊന്നു. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം നമുക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രേമം നല്ലതാണ്, പക്ഷേ അത് ആരോട് ആവണം എന്നതിൽ നമ്മുടെ മതം ഇടപെടുന്നുണ്ട്. ഒന്നാമത്തെ പ്രേമം വേണ്ടത് അല്ലാഹുവോടാണ്. രണ്ടാമത്തെ പ്രണയം വേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്.
അങ്ങനെയാണ് നമ്മുടെ പ്രണയം വേണ്ടത്, സ്നേഹം വേണ്ടത്, ബഹുമാനം വേണ്ടത്. ഹബീബിനെ സ്നേഹിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു പ്രണയത്തിന്റെ കഥ പറയുന്നുണ്ട്. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുലൈഖ പ്രണയിക്കുകയാണ്. ഏത് സുലൈഖ? അള്ളാനെ അറിയാത്ത സുലൈഖ. അള്ളാനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ യൂസുഫ് നബീനെ വേണ്ടാന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ തൊലാഖിലിന്നല്ല, വക്കീൽ നോട്ടീസ് അയച്ചു എന്നല്ല. കല്യാണത്തിന്റെ ആദ്യത്തെ രാത്രി എന്തൊക്കെ പറയാനുണ്ടാവും. ഇന്നത്തെ പിള്ളേർക്ക് ഒരു വക പറയാനുണ്ടാവില്ല. കാരണം അവര് 10-12 വയസ്സ് മുതൽ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഓരെണ്ണത്തിന് കല്യാണം കഴിക്കാറാകുമ്പോഴേക്കും ഒരു 6-7 ആയിട്ടുണ്ടാവും. ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വന്നു കഴിയുമ്പോ തന്നെ ആദ്യം തന്നെ അടിയാ. കാരണം ആ പറഞ്ഞു ഒന്നും ഇവിടെ കാണണല്ലേ, നുണയായിരിക്കും ഈ പറഞ്ഞു വെച്ചത്. ആ പിള്ളേർക്ക് രാത്രി എന്ത് പറയാനുണ്ടെന്നാ ഈ പറയുന്നത്? ഒന്നും പറയാനില്ല. പറയാനുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. ആ കാലങ്ങളിൽ ഫോൺ ചെയ്യാത്ത വിവാഹങ്ങളൊക്കെ അള്ളാഹു അതൊക്കെ വലിയൊരു ബർക്കത്തായിട്ട് കൊടുക്കുന്നവർക്കേ കിട്ടൂ, അല്ലാത്തവർക്ക് അത് കിട്ടൂല. ഫോൺ ചെയ്യാതെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ മക്കൾക്കൊന്ന് സംഘടിപ്പിച്ചു കൊടുത്തുകൂടെ? അവർക്കൊരുപാട് സംസാരിക്കാനുണ്ടാവും. ആ സംസാരം തീരാത്ത സംസാരമായിരിക്കും. ആ സംസാരം കേട്ടിരിക്കണം ഭർത്താവ്. അവനതിന് കഴിയും. എന്ത് പൊട്ടത്തരം പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കണം. അതാണല്ലോ പറയൂ, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. എല്ലാം കഴിയുമ്പോ ഞാൻ ഈ MA വരെ പഠിച്ചതും അത് ഇതൊക്കെ പഠിച്ചതും വായിച്ചതും ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി നിന്റെ മണ്ടത്തരം കേട്ടിട്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ ഭാര്യമാരുടെ മണ്ടത്തരം മുഴുവൻ കേട്ടിരിക്കേണ്ടി വരും. അത് അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഭർത്താക്കന്മാർ ഒരു അഭിപ്രായം അവരോട് ചോദിക്കണം, അതും അവർക്ക് വലിയ ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ചോദിക്കാവുള്ളൂ. എടുത്തു കയറി അങ്ങനെ ആ വഴിക്ക് കൊണ്ടുവരുന്ന ഒരു ഹിക്മത്തില്. അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ് വാശി പിടിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ തീർന്നു. അതിനൊക്കെ അവരെങ്ങനെ നന്നാക്കണം. ഒരു ഭർത്താവിന്റെ ഒന്നാമത്തെ കടമ എന്താണെന്നറിയോ? അൽഫാമ് വാങ്ങി കൊടുക്കലല്ല. ഒന്നാമത്തെ കടമ ഭാര്യക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കില്ല. ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട അള്ളാഹിനെ കുറിച്ചാണ്. ഏതൊക്കെ ഭർത്താക്കന്മാരത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നൊന്ന് ആലോചിക്കാം. ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഭർത്താവിന്റെ ഒന്നാമത്തെ കടമ പെണ്ണിന് ദീൻ പറഞ്ഞു കൊടുക്കലാണ്. അതിന് അവന്റെ വീഡിയോ വരി നിർത്താൻ വേണ്ടിയിട്ട് ഇവള് കൊല്ലം കുറേയായി നടക്കണു. അവനൊന്ന് നിസ്കരിപ്പിക്കാൻ വേണ്ടി ആ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവള് കുറേയായി നടക്കണു. ഇവള് പറഞ്ഞു കൊടുക്കാണ്. കാരണം അവിടെ ഇവിടെയൊക്കെ നിന്ന് എന്തിലൊക്കെ വായിച്ചും വല്ല പ്രസംഗങ്ങളൊക്കെ കേട്ടും വയലൊക്കെ കേട്ടും ഇവള് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഭർത്താവിനെ നന്നാക്കുക. അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ചാ വേണ്ടത്. ഇവൻ പഠിക്കണം, അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സ്വഹാബികൾ പള്ളിയിൽ നിന്ന് ഓടി വരും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഇതാ പഠിപ്പിച്ചതെന്ന് ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അബൂ സലമ ഭർത്താവ് ഓടി വരുന്നത്. ഇന്നത്തെ ദിവസം നബി പഠിപ്പിച്ചു തന്ന ക്ലാസ്, ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അള്ളാഹ്ട്ട് ചോദിക്കുക, പടച്ചോനെ ഈ വിഷമം നീയാണ് തന്നത്, ഇതിന് പകരം ഒരു ഖൈറുണ്ട്, അത് ചോദിച്ചാലാ നീ തരൂ എന്നും നിന്റെ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഖൈർ എനിക്ക് വേണം, അങ്ങനെ ചോദിക്കണം എന്നാ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഒരു വിഷമം തന്നു. ഉദാഹരണം, നമ്മൾ വളർത്തിയ ആട്ടുകുഞ്ഞ് പട്ടി പിടിച്ചു, ഒരു വിഷമാണ്, സങ്കടാണ്. അള്ളാഹുവേ, അല്ലെങ്കിൽ നമ്മൾ വളർത്തിയ പശു ചത്തുപോയി, വിഷമാണ്. പടച്ചോനെ ഈ വിഷമം നീ തന്നതാ, ഇതിന്റെ പിന്നിൽ ഒരു ഖൈറുണ്ട്, അത് ചോദിച്ചാൽ നീ തരും, ഞാൻ ചോദിക്കാം, ആ ഖൈർ എനിക്ക് വേണം, അള്ളാഹു തരും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യക്ക് ഭർത്താവ് പഠിപ്പിച്ചു കൊടുക്കാതെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുറെ കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് മരിച്ചുപോയി, 64 വയസ്സ് എനിക്കെന്ന്. എനിക്കറിയാം എന്റെ ഭർത്താവ് പോയാ ഇനി അതിലും വലിയൊരു ഖൈറ് ചോദിച്ച എനിക്ക് കിട്ടൂല എന്നറിയാം. എന്നാലും നബി പഠിപ്പിച്ചതല്ലേ ഞാൻ ചോദിച്ചു. 64 വയസ്സുള്ള എനിക്ക്, ഒരു മോള് ഉള്ള എനിക്ക് ഇനി എന്റെ ഭർത്താവിനേക്കാളും ഖൈറ് ചോദിച്ച എന്ത് തരാനാ എനിക്കറിയില്ലാന്ന്. കാരണം എന്റെ ഭർത്താവ് ബദറിൽ പങ്കെടുത്ത സ്വഹാബിയ, ഹിജറ പോകുമ്പോ കോടിക്കണക്കിന് സ്വത്ത് ദീനിന് വേണ്ടി വേണ്ടാന്ന് വെച്ച് ഇട്ടുകൊണ്ടുപോയ സഹാബിയ. മാത്രമല്ല എന്റെ ഭർത്താവ് ഇപ്പൊ മരിച്ചത് യുദ്ധത്തിൽ വെട്ടേറ്റ് മരിച്ചതല്ല, കഴിഞ്ഞ യുദ്ധത്തിലെ മുറിവ് ഉണങ്ങാതെ ഈ യുദ്ധത്തിന് പോയത്. ആ മുറിവ് താങ്ങി അതിൽ നിന്നും രക്തം വാർന്നാണ് ഈ യുദ്ധത്തിൽ മരിച്ചത്. 2 യുദ്ധത്തിൽ ഷഹീദായ കൂലിയാ ഉള്ളത്. അതിനേക്കാളും ഖൈറ് തരണേ അല്ലാന്ന് ഞാൻ എങ്ങനെ ചോദിക്കും?
നബി സന്നിധാനത്തിൽ നിന്നും ഭർത്താവ് കേട്ട് പഠിപ്പിച്ചതല്ലേ, എന്തായാലും അതിലൊരു ഗുണം ഉണ്ടാവും. ഞാൻ ചോദിക്കാൻ തീരുമാനിച്ചു, ചോദിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് അള്ളാഹു ഖൈറ് തന്നു. എന്റെ ഇദ്ദ കഴിഞ്ഞപ്പോ 64 വയസ്സുള്ള എന്നെ സംരക്ഷിക്കണമെന്ന് അള്ളാഹു വഹി കൊടുത്തു. കല്യാണം കഴിക്കാൻ വന്ന ഖൈറ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എന്താ പഠിച്ചത് നമ്മള്? ഭർത്താവിന് ദീനുണ്ടാവണം, അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ യൂസുഫ് നബി സുലൈഖക്ക് ദീന് പഠിപ്പിച്ചു. ആദ്യത്തെ രാത്രി ഇങ്ങനെ പറയണം. എന്തൊക്കെ പറയും? ഇവിടുന്ന് ആ വളവ് അങ്ങോട്ട് കഴിയുമ്പോ ഒരു മൂത്താപ്പാടെ വീടുണ്ട്. ഏത്? ആ 2 നില. ആ 2 നിലയിലെ മൂത്താപ്പ ഉണ്ടല്ല, കാലമാടൻ. വാപ്പാൻ എന്തോരം കണ്ണീരൊടിപ്പിച്ചാന്നറിയാ. അതല്ല പറയണ്ടേ, സ്വന്തക്കാരെ പരിചയപ്പെടുത്തി. ഒക്കെ ആദ്യം തന്നെ ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിലായിരിക്കുമല്ലോ, അവളുടെ ഉമ്മായും കൂടി കുറെ സെറ്റപ്പ് ഒക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ടാവും. അതെന്താ? കുറെ ആൾക്കാരോട് അങ്ങോട്ടും മിണ്ടാൻ പാടില്ല, ഇങ്ങോട്ടും മിണ്ടാൻ പാടില്ല. അതൊക്കെ ആരൊക്കെയാണെന്നുള്ള ക്ലാസ് കൊടുക്കലായിരിക്കും രാത്രി ഈ സാധുവിന്. ഈ വക വർത്താനമൊന്നുമല്ല. ആദ്യത്തെ രാത്രിയില് യൂസുഫ് നബി പഠിപ്പിച്ചു കൊടുത്തു, മോളെ സുലൈഖ, അള്ളാഹു എന്ന് പറയുന്ന ഒരു വലിയവനുണ്ട്. നിനക്കറിയാവനെ കുറിച്ച്? ഇല്ല, ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിനെ കുറിച്ച് ആദ്യത്തെ രാത്രി പറഞ്ഞു കൊടുത്തു. സുലൈഖയ്ക്ക് ആകാംക്ഷയായി. ആ അള്ളാഹനെ പ്രണയിക്കണമെന്ന് പഠിപ്പിച്ചു. ആ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കുറിച്ച് പഠിപ്പിച്ചു. സൂര്യനെ കുറിച്ച് പറഞ്ഞു, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന്. ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു. കടലിലെ തിരമാലയെ കുറിച്ച് പറഞ്ഞു. തിരമാലയോട് ഓരം പറ്റി തിരമാലയുടെ പാട്ട് കേട്ടുറങ്ങുന്ന പാതിരാവിലെ കരയുടെ മൗനത്തെ കുറിച്ച് പറഞ്ഞു. നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. കാട്ടിലെ കാട്ടാനകളുടെ ചിഹ്നം വിളിയുടെ തസ്ബീഹിന്റെ ധ്വനിയെ കുറിച്ച് പറഞ്ഞു. കുളക്കടവിൽ വന്നുകൊണ്ട് കളകോചനം പറയുന്ന കുഞ്ഞാറ്റ കുരുവികളുടെ കുസൃതിയെ കുറിച്ച് പറഞ്ഞു. ഒക്കെ അള്ളാഹനെ പരിചയപ്പെടാൻ പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തു. സുലൈഖയുടെ കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങുന്നു. അല്ലാഹുവേ, നിന്നെ ഇത്ര കാലം ജീവിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അല്ലാ. അല്ലാഹു മനസ്സിന്റെ അകത്തൊരു ആവേശമായി. എന്റെ റബ്ബിന് വേണ്ടി ഒന്ന് ജീവിക്കണം തീരുമാനിച്ചു. സുബഹിയായി, രാവ് കഴിഞ്ഞതറിഞ്ഞില്ല. നേരം പുലർന്നു. യൂസുഫ് നബിയോട് പിന്നെയും ചോദിച്ചു, ഇന്നലെ പറഞ്ഞ അള്ളാഹുവിനെ ഒന്ന് എനിക്ക് പറഞ്ഞതാ. പിന്നെയും പറഞ്ഞു. വർത്തമാനം മുഴുവൻ റബ്ബാണ് റബ്ബാണ് റബ്ബാണ്. ഖുർആൻ പറഞ്ഞ തിരിച്ചറിവില്ലാത്ത പ്രണയമായിരുന്നു സുലൈഖയുടേത്. വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് നബിയെ സുലൈഖ പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുപോയെന്നല്ലേ ചരിത്രത്തിലുള്ളത്. സുലൈഖ വലിച്ചപ്പോൾ യൂസുഫ് നബിയുടെ ഉടുപ്പിന്റെ പുറം ഭാഗം കീറി അങ്ങോട്ട് ഓടിയ യൂസുഫിനെ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചപ്പോൾ യൂസുഫ് നബിയുടെ ഉടുപ്പിന്റെ പിൻഭാഗം കീറി. ആ സമയത്തുണ്ടല്ലോ സുലൈഖയുടെ കൊട്ടാരത്തിലെ വിചാരണയുടെ നേരത്ത് ചിലരഭിപ്രായപ്പെട്ടത് മുൻഭാഗമാണ് ഉടുപ്പിൻ്റെത് കീറിയതെങ്കിൽ യൂസുഫാണ് കുറ്റക്കാരൻ. കാരണം യൂസുഫ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ പെണ്ണ് തട്ടിമാറ്റുക വഴി ഉടുപ്പിന്റെ മുൻഭാഗം കീറും. ഇനി നേരെ തിരിച്ചാണ് എങ്കിൽ സുലൈഖയാണ് കുറ്റക്കാരി. അങ്ങനെ പറയുമ്പോൾ നേരെ തിരിച്ചാ സംഭവിച്ചത്. قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم. രാജാവ് പരിശോധിച്ചപ്പോൾ ഉടുപ്പിന്റെ പിൻഭാഗമാണ് കീറിയത്. കുറ്റക്കാരി സുലൈഖ ഇങ്ങനെ പ്രണയിച്ച് കാമദാഹം കൊണ്ട് യൂസുഫ് നബിയെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ച പെണ്ണിനെ അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് മോശക്കാരി എന്നല്ല. സുലൈഖ റളിയല്ലാഹു അൻഹയിലേക്ക് അള്ളാഹു ദീന് കൊടുക്കുകയാണ്. ആദ്യമായി കൊടുക്കുന്ന ദീന് യൂസുഫ് നബിയെയാണ് ഭർത്താവായി നൽകി. യൂസുഫ് നബി ആവട്ടെ യജമാനത്തെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോ മഹാനായ യൂസുഫ് നബിക്ക് നിർവാഹമല്ലാതെ അവര് വിളിച്ചപ്പോ ചെന്നല്ലോ. തെറ്റല്ലേ?
തല്ലുണ്ടാക്കി, 2 ചീത്തയും പറഞ്ഞ് ആണല്ലേ 2 അടിയും കൊടുത്ത് വേണി ഇറങ്ങി ഓടായിരുന്നു. ചെയ്തില്ലല്ലോ. ഒരു പാവം, ഒരു പഞ്ചപാവമായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. അത് ചെയ്തില്ല. അത് ചെയ്യാത്ത നബിയെ സംബന്ധിച്ച് തെറ്റ് തന്നെയാണ്. പക്ഷേ തെറ്റങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? നബിയല്ലേ. യൂസുഫ് നബി ആ തെറ്റിലേക്ക് പോവാതെ തിരുത്താൻ വേണ്ടി ഉപ്പ പഠിപ്പിച്ചു കൊടുത്ത നന്മ അവിടെ തടസ്സമായി നിൽക്കുന്നു. എന്റെ മോൻ ഇനി തെറ്റ് ചെയ്യൂല. ആര്? യൂസുഫ് നബി ആ കൊട്ടാരത്തിൽ സുലൈഖ മാത്രമുള്ള വിശാലമായ അകത്തളത്തിൽ ആരുള്ള വാതിലൊക്കെ അടച്ച് യജമാനത്തെ അർദ്ധനഗ്നയായി നിൽക്കുന്നു. തന്നെ പ്രാപിക്കാൻ നിർബന്ധിക്കുന്നു. ആരും അറിയില്ല യൂസുഫെ എന്ന് പറഞ്ഞപ്പോ അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സദാചാര ബോധം, തന്റെ ദീൻ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ തീക്കനൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യനെ പോലെ ആയിരിക്കും ദീൻ ഇങ്ങനെ കൊണ്ടുനടക്കാൻ. ആ തീക്കനല് പിടിച്ചു നിൽക്കുന്ന പോലെ പിടിച്ചു നിന്നു. അപ്പോഴാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മസലലഹു യഅഖൂബ്, യൂസുഫ് നബിയുടെ മുന്നിലതാ സയ്യിദുനാ യഅഖൂബ് നബി ഉറക്കെ പറയാ അലൈഹിസ്സലാം. യൂസുഫ് നബിയുടെ മുന്നിൽ വാപ്പ യഅഖൂബ് നബി മുന്നിൽ അങ്ങ് വന്നു. അങ്ങനെ വരൂ ഉസ്താദെ, വരും. മുറബിയായ ഷെയ്ഖ് തന്റെ മുരീദിന്റെ മുന്നിൽ വരും. തെറ്റ് ചെയ്യാതെ തടയാൻ, ചെയ്യരുതെന്ന് പറയാൻ വരും. അതിൽപ്പെട്ട ഒരു തർബിയത്തിന്റെ ഷെയ്ഖാണ് മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അങ്ങനെയാണ് മുറബിയായ ഷെയ്ഖാവണം. തന്റെ മുരീദ് തെറ്റ് ചെയ്യാതെ അയാളെ നന്നാക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുള്ള യഥാർത്ഥ പ്രബോധകനാണ്. മുരീദ് തെറ്റ് ചെയ്യൂ, അങ്ങനെയുള്ള ആളാ മുരീദാവുള്ളൂ. അതുകൊണ്ടാ നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. ഇമാതിരി മുരീദന്മാരാ ഉള്ളത്. ഒരു നിമിഷം പോലും അല്ല എന്ന വിചാരം മനസ്സിനൊഴിവാവാത്തവരാ ആ മുരീദന്മാര്. അങ്ങനെ ആ മുരീദിനെ ആക്കിയെടുക്കുക, ശിഷ്യനെ അങ്ങനെ ആക്കിയെടുക്കുക എന്നത് ഷെയ്ഖിന്റെ പണിയാണ്. ആ ഷെയ്ഖ് ഇങ്ങനത്തെ അവസ്ഥയിലുള്ള ഇത്ര വലിയ മഹാനായ ശിഷ്യൻ ഇനി ഒരു തെറ്റിലേക്ക് പോയ ഓടി വരും മുന്നിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനത്തെ ഷെയ്ഖ് ഉണ്ട്, മഹാനായ അബുൽ അബ്ബാസ് അൽ ഖദർ ബൽയബ്നു മൽക്കാൻ അലൈഹിസ്സലാം. മഹാനായ ഖദർ നബി അങ്ങനത്തെ മുറബിയായ ഷെയ്ഖന്മാരുടെ ഉസ്താദാണ്. ഇപ്പോഴുണ്ടല്ലോ, ഇപ്പോഴുണ്ട്. നമ്മൾ അങ്ങോട്ട് നന്നായ നമ്മൾ തെറ്റിയാൻ നേരത്ത് നമ്മുടെ നന്മ തടസ്സമായിട്ട് വരും. അതുകൊണ്ടാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്, തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ പിറ്റേ പകലിൽ തെറ്റ് ചെയ്യൂല. എന്തേ ഇപ്പൊ തെറ്റ് സംഭവിച്ചതോ? തഹജ്ജുദ് ആവാഞ്ഞിട്ടാണ്. യൂസുഫ് നബിയുടെ മുന്നിൽ യാക്കൂബ് അലൈഹിസ്സലാം വരുന്നു, രൂപപ്പെടുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത്. ഇമാം ജലാലൈനി ഇത് രേഖപ്പെടുത്തുന്നത് കാണാം. വന്നിട്ടോ മനസ്സിന്റെ അകത്ത്, മോനെ മോഹം വരല്ലേ, നീ കൊട്ടാരത്തിന്റെ അകത്ത് ഒറ്റയ്ക്കാണ്, നീ അടിമയാണ്, നിന്റെ യജമാനത്തിൽ നിന്നെ ശിക്ഷിക്കുമെന്ന് ഭയന്നിട്ടാണ് നീ വന്നതെങ്കിൽ ആ നെഞ്ചിൽ 2 അടി കൊടുത്തു. ഫഖറജത് ശഹവതുഹു മിൻ അനാമിലിഹി. ആ സമയം ശരീരത്തിൽ വന്ന കുളിർമയും കോരിത്തരിച്ച വൈകാരികമായ അനുഭവവും ചോർന്നു പോയി. വിരൽ തുമ്പിലൂടെ ആ ശരീരത്തിന്റെ താല്പര്യം ഇറങ്ങിപ്പോയെന്ന് സ്വഹാബി പ്രമുഖനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഈ ആയത്തിന് കൊടുത്ത അർത്ഥം അതാണ്. എന്നിട്ട് യൂസുഫ് നബി ഇതൊക്കെ കഴിഞ്ഞ് അവസാനം വിധി വരുമ്പോ പറയുന്ന ഒരു വർത്താനമുണ്ട്. പടച്ചോനെ, ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. പടച്ചോനെ, ആ തെറ്റ് ഞാൻ ചെയ്യാതിരുന്നതിനേക്കാളും എനിക്ക് ഇപ്പോഴും ഖൈർ ഈ ജയിൽ തന്നെയാണ്. അല്ലാഹ് 12 വർഷം ജയിലിൽ കിടന്നു, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എന്ന് മാത്രമല്ല, രാജാവിനെ വഞ്ചിച്ചവനാണ്, രാജാവിന്റെ കിടപ്പറയെ വഞ്ചിച്ചവനാണ് എന്ന കുറ്റം ചാർത്തപ്പെട്ടു, ആരോപിക്കപ്പെട്ടു. എത്ര വിഷമമുണ്ടാവും അല്ലേ? വന്യമൃഗങ്ങളെ കൊല്ലല് കുറ്റകൃത്യമാണ്. നമ്മുടെ നാട്ടിലൊരു കടുവ വന്നു, നമ്മളിൽപ്പെട്ട ഒരാൾ അതിനെ തല്ലിക്കൊന്നു. വനവകുപ്പിന്റെ നിയമപ്രകാരം അവൻ ജയിൽവാസം വേണം. എന്തേ വാപ്പ എന്തേ? നിങ്ങൾ അറിഞ്ഞില്ലേ? വാപ്പ കഴിഞ്ഞ ആഴ്ച പള്ളിയടയിൽ ഒരു കടുവ വന്നിട്ടേ നമ്മുടെ വാപ്പ ഒറ്റയ്ക്ക് അതിനാള് ശരിയാക്കി, ഫിനിഷ് ചെയ്തു. എന്നിട്ട് വാപ്പ ഇപ്പൊ വിയ്യൂര് ജയിലുണ്ട് അല്ലെ? പറയാനൊരു തന്നോടുണ്ടാവും. ഈ വാപ്പ അപ്പുറത്തെ വീട്ടിലെ താത്താരുടെ അടുത്ത് വൃത്തിയേട് കാണിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ച് പോലീസുകാർ പിടിച്ച് നാണം കെട്ട്
അകത്ത് പോയാ മക്കളാരെങ്കിലും പറയോ 5 കിലോ കഞ്ചാവ് വാപ്പാടെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു, കസ്റ്റഡിയിൽ നിന്ന് പിടിച്ചു, അതിന്റെ പേരിൽ വാപ്പ അകത്ത് പോയി ആരെങ്കിലും പറയോ? ഇവിടെ യൂസുഫ് നബിയെ പറഞ്ഞിരിക്കുന്നത് യജമാനന്റെ ഭാര്യയെ കയറി പിടിക്കാൻ ചെന്നതിന്റെ പേരിൽ ജയിലിലാക്കിയെന്ന അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആ മാനസിക വിഷമം, അത് റബ്ബ് എനിക്ക് പുല്ലാണല്ലോ, എനിക്ക് ജയില് മതി, ഇങ്ങോട്ട് വന്ന് അവള് ആക്രമിക്കൂലല്ലോ, ഞാൻ ജയിലിന്റെ അകത്തല്ലേ, ഞാൻ സുരക്ഷിതനാ. 12 കൊല്ലം അതിന്റെ അകത്ത് കിടന്നു. അല്ലാഹു മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവേ നീ എന്നിൽ നിന്നും അന്ന് സുലൈഖയെ തിരിച്ചുവിടാനുള്ള നിന്റെ ഹിമായത്ത് ഇസ്മത്ത് എനിക്ക് തന്ന് നബിയാവാനുള്ള എനിക്ക് നീ മഅ്സൂമിന്റെ പദവി തന്ന് തെറ്റ് ചെയ്യാതെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിവരമില്ലാതെ തെറ്റ് ചെയ്യുമായിരുന്നു. അല്ലാഹ് നീ എന്നെ തടഞ്ഞല്ലോ. ഇതുപോലെ നമ്മുടെ മക്കള് വാലന്റൈൻ കെട്ടിപ്പിടിക്കാതിരിക്കാൻ അങ്ങനെയുണ്ട് സഹോദരങ്ങളെ. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഫെബ്രുവരി 7-ാം തീയതി മുതൽ തുടങ്ങിയതാണ്. 7-ാം തീയതിക്ക് പറയുന്നത് റോസ് ഡേ എന്നാണ്. പിന്നെയോ 8-ാം തീയതി പറയുന്നത് പ്രിപ്പോസ് ഡേ എന്നാണ് പറയുന്നത്. നിനക്ക് അവളെ ഇഷ്ടാണോ? ആണെങ്കിൽ അങ്ങോട്ട് പറയാം, അവള് നിഷേധിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ മക്കള് പഠിക്കുന്ന കലാലയത്തിലെ തിയറി. കുട്ടികൾ അങ്ങനെയാ പറയുന്നത്. പ്രപ്പോസ് ഡേ ആണ്, പ്രപ്പോസ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് പറയാൻ വേണ്ടി ഈ കൊല്ലം നടന്നില്ലെങ്കിൽ അടുത്ത ഫെബ്രുവരി 8-ന് പറയാം. അപ്പൊ അത് അംഗീകരിക്കും. അത് അവരുടെ രീതി അങ്ങനെയാണ്. ഇപ്പൊ ഓണത്തിന് പായസം വെക്കൂല നമ്മുടെ വീട്ടിലൊക്കെ, നമ്മള് ഹിന്ദു ആയിട്ടാ, അതങ്ങനെയാണ്. ഫെബ്രുവരി 8-ന് ഈ പ്രപ്പോസ് ചെയ്യാം, കുഴപ്പമില്ലെന്നാ. പ്രണയം അറിയിക്കാം, പ്രണയം കൈമാറാം. അങ്ങനെ പ്രണയം കൈമാറിയാൽ വാലന്റൈൻ ഡേയുടെ ആഘോഷത്തിന്റെ 9, അതായത് ഫെബ്രുവരി 9-ന് ചോക്ലേറ്റ് ഡേ, അങ്ങനെയാണ് അതിന് പറയാ. അന്ന് ചോക്ലേറ്റ് വാങ്ങി കൊടുക്കണം. പിന്നെയോ 10, ഇത് എവിടെ നടക്കണ കാര്യം പറഞ്ഞത്? വൈകുന്നേരം വന്ന് നോക്കുമ്പോ ഇന്ന് ഫെബ്രുവരി 9 അല്ലല്ലോ, 14 അല്ലേ. അടുത്ത കൊല്ലം നോക്കാം, ഫെബ്രുവരി 9-ന് ബാഗ് തുറന്നു നോക്കാം, ചോക്ലേറ്റ് കിടപ്പുണ്ടോന്ന്. അപ്പൊ ഉണ്ടെങ്കിൽ ഇത് എലിപ്പെട്ടിയിൽ തേങ്ങാക്കൊത്ത് വെച്ചതാന്ന് കൂട്ടിക്കോ, കൊച്ചതിലേക്ക് ചാടാനായിട്ടിരിക്കാം. ഇനി അവസാനം ഉസ്താദെ ഹിജറ പോയി, ഉസ്താദെ കല്യാണം ഉറപ്പിച്ചാന്ന് ആരാണ്ടിക്കടെ കൂടെ ഹിജറ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇപ്പോഴേ മുതൽ ശ്രദ്ധിക്കണം. കുറ്റപ്പെടുത്തല്ല, ആദ്യം പറഞ്ഞ നന്മയൊന്നും മനസ്സിൽ നിന്ന് പോവരുത്. പെണ്ണിന് മഹത്വമുണ്ട്, ഉമ്മമാർക്ക് മഹത്വമുണ്ട്, ഭാര്യമാർക്ക് മഹത്വമുണ്ട്. ആ മഹത്വം നിലനിർത്തി നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കണം. അതിനവരെ നമ്മൾ നന്നാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ അടുത്ത് കൂട്ടുകൂടേണ്ടടുത്ത് കൂട്ടുകൂടണം, തമാശകൾ പറയണം, സ്നേഹിക്കണം, ശകാരത്തിന്റെ ഭാഷയിൽ മക്കളെ നിയന്ത്രിച്ചു നിർത്തണം. അതിലപ്പുറം ദുആ ചെയ്യണം. ഇത് നന്നായി കിട്ടണമെങ്കിൽ, നന്നായി നല്ല വിഭവമായി ഒരു സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് ഭക്ഷണം വെച്ച് കൊടുക്കണമെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കൂല്ലേ. ഉപ്പ് കൂടിയോ മുളക് കൂടിയോ ഒരു 3 പ്രാവശ്യം ഉപ്പ് നോക്കും. എന്നിങ്ങനെ അല്ലാഹുവിനറിയാം എന്തായി ആവും. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ പൊതുവെ. ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. ഇതിനെ നന്നാക്കി നല്ല മോളാക്കി കെട്ടിച്ചു കൊടുക്കാൻ. അത് ആരാ വാങ്ങാൻ വന്നത്? അവൻ നല്ലവനാവണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ വർദ്ധിപ്പിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു. ഖുർആൻ അങ്ങനെയാ നമുക്ക് പഠിപ്പിച്ചത്. അങ്ങനെ ദുആ ചെയ്തും ഒക്കെ നന്നാക്കി കൊടുക്കണം. അങ്ങനെ ഫെബ്രുവരി 9-ന് ചോക്ലേറ്റ് ഡേ. പിന്നെയോ ഫെബ്രുവരി 10 ആവുമ്പോ ഡെസ്സി ഡേ. ഡെസ്സി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമിതാവിന്റെ കൂടെ ആരെയാണോ ഇഷ്ടം ആണെന്ന് പറഞ്ഞത് അയാളുടെ കൂടെ ഒന്ന് കറങ്ങാൻ പോണെന്നാ. എവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോണം എന്ന് ഡേറ്റ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തല്ല കേട്ടോ, ഇത് ഗൂഗിളിലൊക്കെ കാണും. ഫെബ്രുവരി 10. ഫെബ്രുവരി 11 ആവുമ്പോ പ്രോമിസ് ഡേ, കൈ വെച്ചിട്ട് പ്രതിജ്ഞ എടുക്കുന്ന ഒരു ദിവസമാണ്. 12 പിന്നെ പറയാനില്ല. ഫെബ്രുവരി 12 ആയി കഴിഞ്ഞാൽ കിസ് ഡേ. ഞാൻ പറയാനില്ല, വെറുതെ എന്റെ ആവശ്യമല്ല. 13 ആയി കഴിഞ്ഞാൽ ബിഗ് ഡേ, വിജയിച്ചു, എല്ലാം കയ്യിലായി. 14 ആവുമ്പോ കലാശക്കൊട്ടാണ് വാലന്റൈൻ ഡേ. അത്താഴം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ബന്ധം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. എന്നതില്ല. ഓരോരുത്തർ പരമാവധി 2 നില വീടാണെങ്കിൽ മുകളിലേക്ക് മക്കളെ പാർക്കാൻ വിടരുത്. ഒറ്റയ്ക്ക് അവർക്ക് അവിടെ ഫ്രീഡം കൊടുക്കരുത്. കാരണം ബന്ധം നഷ്ടപ്പെടാണ്. ആ ഭക്ഷണം കഴിക്കാൻ നേരത്തെ മാത്രം ചെറുക്കനാണെങ്കിൽ ആ ബെർമോണയും കയറ്റിട്ടിട്ട് ഒരു വരവുണ്ട്. ഇത് ഇഡലിയാണോ? അവൻ അത്രയും പറഞ്ഞ അവൻ ഈ മദ്രസയിൽ 30 വന്ന അതിൽ ഒരു വരവ് ഇടക്കിടക്ക് മുകളിൽ നിന്ന് ഇറങ്ങി വരും. അത് കഴിഞ്ഞൊരു പോക്ക. പിന്നെ അവനായിട്ടൊരു ബന്ധമല്ല.
ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവനങ്ങോട്ട് അറിയിക്കണമെങ്കിൽ വേറെ ആളെ വിടേണ്ടി വരും. അത്രത്തോളം മക്കളുടെ പ്രൈവസി ശ്രദ്ധിക്കണം. പിന്നെ TV പോലെയുള്ളത് ഒരു ബെഡ്റൂമിൽ മാത്രം വെച്ചു കൊടുക്കാതെ ഹാളിൽ വെച്ചു കൊടുത്ത കൂലി ഉണ്ടെന്നല്ല പറഞ്ഞത്, TV വെച്ചാൽ കൂലി ഉണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായാലൊക്കെ ഒരു മാറ്റങ്ങൾ വരണം. പരമാവധി ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ മക്കളും ചെറിയ മക്കളും ഭർത്താവും ഭാര്യയും ഒക്കെ കൂടി ഇരുന്നിട്ട് ഇരുന്നിട്ട് ഒരു 100 ദിക്ർ ചൊല്ലുന്ന ഒരു സദസ്സ് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാവാ മോനെ, വെള്ളിയാഴ്ച രാവാ മോനെ, എല്ലാരും വാ. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഉമ്മ നേതൃത്വം കൊടുക്കുക. ദിക്ർ അല്ല സ്വലാത്ത് എല്ലാവരും ഇരുത്തിയിട്ട് സ്വലാത്ത് ഇല്ലിക്ക അല്ലെ ദിക്ർ ഇല്ലിക്ക എല്ലാവരും ഇരിക്കണം. ആ സദസ്സിൽ ഇരുന്നിട്ട് ഇന്നത്തെ ദിവസം ഇന്ന ആള് ദ്വാരക്കണം, നാളെ ഇന്ന ആള് ദ്വാരക്കണം. അറിയാവുന്ന ഭാഷയിൽ മതി. 4 പേരുണ്ടാവുള്ളൂ വീട്ടില്, 3 പേരുണ്ടാവുള്ളൂ. ഒരുമിച്ചിരുന്നിട്ട് ആ സമയത്ത് വേറെ ഒരു പണിയില്ല, അങ്ങനെ ആടി ആടി ദിക്റില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് രസം ഉണ്ടാവും ദ്വാരുന്ന. പച്ച മലയാളത്തിൽ നമ്മളെ മജ്‌ലിസ് നൂറിലൊക്കെ ദ്വാരക്കുന്ന പോലെ തന്നെ ഒരു 10-15-20 മിനിറ്റ് ദ്വാരന്ന് എല്ലാവരും. അപ്പോഴേക്കും ഉമ്മ ലിസ്റ്റ് കൊണ്ടുവരും. മൂത്തുമ്മയുടെ ആട് വെള്ളം കുടിക്കണില്ല, മൂത്താപ്പാടെ പുറത്ത് പല്ലി കടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റായിട്ട് ഉമ്മ അങ്ങനെ വരും. കുറെ കാര്യങ്ങളുണ്ടാവും അവിടുത്തെ. ആ വീട്ടിലെ ഈ ആഴ്ച മൊത്തം കളക്ട് ചെയ്ത എല്ലാ പരാതികളും ഉണ്ടാവും. 100 ദിക്ർ ആഴ്ചയിലൊരിക്കൽ, 100 സ്വലാത്ത്, അങ്ങനെ എന്തെങ്കിലും ഒരു മജ്‌ലിസായിട്ടൊക്കെ സംഘടിപ്പിച്ച നമ്മുടെ ദുനിയാവും ആഖിറവും കിട്ടും. അല്ലാഹു രക്ഷപ്പെടുത്തി.